ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ല اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا ربنا زدنا علما السلام عليكم ورحمة الله وبركاته അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന് നമ്മുടെ മിഷ്കാത്തിന്റെ ഈ ഒരു ക്ലാസ് ടൈമിൽ നമ്മൾ കൂടിയിരിക്കുന്നത് നമ്മുടെ ഖുറത്ത് അയ്ൻ ഓൺലൈൻ മദ്രസയുടെ പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് പാരന്റ്സിനുള്ള ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ടാണ്. പാരന്റ്സിനുള്ള ഓറിയന്റേഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക എന്തായിരിക്കും, കുട്ടികളെ കുറെ കാര്യങ്ങൾ അവരോട് ശ്രദ്ധിക്കേണ്ട, ക്യാമറ ഓൺ ആക്കേണ്ട, അതുപോലെ തന്നെ അറ്റൻഡൻസ് ശ്രദ്ധിക്കേണ്ട, ഹോംവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയാം. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കും. ഇന്ന് നമുക്കുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ് ആണ് ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഈ ഒരു മദ്രസയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ 2021 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. 9 കുട്ടികളെ വെച്ച് നമ്മുടെ കുടുംബത്തിലെ മക്കളെ വെച്ച് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അൽഹംദുലില്ലാഹ് ഇപ്പൊ ഒരു 200-നടുത്ത് മക്കൾ നമ്മുടെ പല ക്ലാസ്സുകളായിട്ട്, അതായത് KG1 മുതൽ ഗ്രേഡ് 6, പിന്നെ ടീൻസിന്റെ ക്ലാസ്, അതുപോലെ തന്നെ സ്പെഷ്യൽ ക്ലാസ്, സ്പെഷ്യൽ ട്യൂഷൻസ്, ഇങ്ങനെയൊക്കെ ആയിട്ട് 200-നോടടുത്ത് കുട്ടികൾ നമ്മുടെ കൂടെ പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഇങ്ങനെ നമ്മളിലേക്ക് ദീൻ പഠിക്കാനായിട്ട് നമ്മള് ഇങ്ങനെ ഒരു ചെറിയൊരു ക്ലാസ് പോലെ തുടങ്ങി, പിന്നെ ഈ ഇത്രയും ഒരു ലെവലിലേക്ക് നമ്മളെ എത്തിച്ചത് റഹ്മാനായ റബ്ബിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെ ഇരിക്കുന്ന നമ്മളുടെ ഓരോ പാരന്റ്സും അൽഹംദുലില്ലാ ആ ഒരു കാര്യത്തിൽ നമ്മളെ കൂടെ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് സപ്പോർട്ട് തന്നിട്ടുള്ളവരാണ്. അൽഹംദുലില്ലാ. നമ്മൾ ഓരോരുത്തരും തന്നെ നമ്മുടെ മദ്രസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, അല്ലാതെയും നമ്മുടെ നമ്മുടെ കൂട്ടുകാരും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ഉമ്മമാരാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓരോരുത്തരും ദുആ ചെയ്യുന്ന ഒരു ദുആ ആണ്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. നമുക്ക് ആ ഒരു കാര്യത്തിൽ ആ ഒരു ദുആ പറയുമ്പോൾ നമ്മളുടെ മനസ്സിലൊക്കെയുള്ള ഒരു ആഗ്രഹം അല്ലെ, ഉള്ളിൽ നിന്ന് തട്ടിക്കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ മക്കൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും കൺകുളിർമയുള്ളവരായിട്ട് മാറണം എന്നുള്ളത്. ഖുർറത അയ്ൻ എന്നുള്ള ആ ഒരു പേര് അങ്ങനെ മനസ്സിൽ നിയത്ത് വെച്ചുകൊണ്ട് തന്നെ ഇട്ടതാണ്. അൽഹംദുലില്ലാഹ്. മക്കളെയും അത് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതന്നെ ആയിട്ട് വരണം നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അവർ നമുക്ക് കൺകുളിർമയാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എപ്പോഴും നമ്മൾ ആ പ്രാർത്ഥനയോടൊപ്പം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. പ്രാർത്ഥനയോടൊപ്പം നമ്മൾക്ക് വേണ്ടത് എന്താണ്? പ്രവർത്തനം ആവശ്യമാണ്, അല്ലെ? എന്നാലേ അതിന് ഫലം ഉണ്ടാവുള്ളൂ. ആ പ്രവർത്തനത്തിൽ ഒന്ന് മാത്രമാണ് നമ്മൾ മദ്രസയിൽ ചേർക്കുക എന്നുള്ളത്, അല്ലെ? അതിൽ നമ്മളെ ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവർക്ക് നന്മ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു, അതിലൂടെ ദീനിനോട് ഇഷ്ടം ഉണ്ടാക്കുന്നു, ആ ഇഷ്ടത്തിലൂടെ അവർ ഇബാദത്തുകൾ ചെയ്യുന്നു, ആ ഇഷ്ടത്തിലൂടെ അവരുടെ സ്വഭാവം നന്നാക്കുന്നു, അവർ നല്ലവരായിട്ട് ജീവിക്കാൻ പഠിക്കുന്നു എന്നുള്ളത്. പക്ഷെ ആ പ്രാക്ടീസ്, അതായത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഓരോ പാഠങ്ങളും അവരിൽ അത് പ്രാക്ടീസ് ആക്കുന്നത് ആരാണ്? ഉമ്മമാര് തന്നെയാണ്. അവരാണ് അവരുടെ ഏറ്റവും നല്ല ടീച്ചേഴ്സ്. ഞങ്ങൾക്ക് സെക്കൻഡ് റോള് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഉമ്മമാരായിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ അറിവുകൾ നമ്മൾ കൂട്ടിക്കൊണ്ടേയിരിക്കണം. സുബ്ഹാനല്ലാഹ്. നമ്മൾ കുറച്ച് അന്ന് മദ്രസയിൽ പഠിച്ചതും അത് മാത്രമായിട്ടല്ല നമ്മൾ ഇരിക്കുന്നത്, അല്ലെ? ഇന്ന് നമ്മൾ ഓരോരുത്തരും ഖുർആൻ പഠനത്തിൽ, നമ്മുടെ ദീനി വിഷയത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ മുൻപന്തിയിലേക്ക്, നമുക്ക് ഒരുപാട് ചാൻസും ഉണ്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനല്ല. അൽഹംദുലില്ലാഹ്. ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ആരെങ്കിലും വിട്ടുപോയവരുണ്ടെങ്കിൽ ഖുർആൻ പഠനത്തിലേക്ക് കടന്നു വരിക. തീർച്ചയായിട്ടും അതിലൂടെ മാത്രമാണ് നമുക്ക് നമ്മളുടെ മക്കൾക്ക് നമ്മൾക്ക് ഈ പറയുന്ന ദുആയുടെ നമ്മളുടെ അവസാനത്തെ ഭാഗം വജഅൽനാ ലിൽമുത്തഖീന ഇമാമ എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾക്ക് പോലും നമ്മൾ റോൾ മോഡൽ ആകുന്നില്ലെങ്കിൽ അത് നഷ്ടമല്ലേ? അസ്തഗ്ഫിറുല്ലാഹ്. നമ്മൾ എന്തിനു പറ്റും? അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ ആയിട്ട് മാറണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് കൂടിയിരിക്കുന്നു എന്നും ആണ് ഇന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യം ഇൻഷാ അല്ലാഹ്. അപ്പോ നമുക്ക് ഒരുപാട് റോൾ മോഡൽസ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലെ, ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഖുർആനിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നത്. നമ്മുടെ വഴികാട്ടിയാണ്, നമ്മുടെ ഹുദാ ആണ്, നമ്മുടെ നൂറാണ് എന്നൊക്കെ പറയുമ്പോഴും അത്തരത്തിൽ നമ്മൾ അതിനെ കാണുമ്പോൾ നമുക്ക് ഇതിലൂടെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ നമ്മളുടെ ഈ ഉമ്മമാരെന്ന റോളിലും നമ്മൾക്ക്, അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന റോളിലും ഒക്കെയുള്ള നമ്മൾ എവിടെയൊക്കെ പെർഫെക്ഷൻ വരുത്തണം എന്നുള്ളതിന്റെ കാര്യങ്ങൾ നമുക്ക് ഖുർആനിൽ തന്നെ ഒരുപാട് നമുക്ക് ഉപമകൾ പറഞ്ഞു തരുന്നുണ്ടാവും. ഇപ്പം നമ്മളുടെ ഈ
ഒരു സബ്ജക്റ്റിനോട് ഏറ്റവും നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു കാര്യമാണ് ഖുർആനിലെ മാതാപിതാക്കളും മക്കളും. അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനുണ്ടാവും, ജീവിതത്തിലേക്ക് പകർത്താനുണ്ടാവും. അതിലൂടെ നമ്മുടെ മക്കൾക്ക് നമ്മൾക്ക് എന്തെല്ലാം നന്മ ആ പഠിച്ചതിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾക്ക് ആ ഒരു വിഷയത്തിൽ, അതായത് ഖുർആനിലെ മാതാപിതാക്കളും മക്കളും എന്ന വിഷയത്തിൽ നമ്മളെടുത്ത് സംസാരിക്കാനായിട്ട് വന്നിട്ടുള്ളത് സിസ്റ്റർ ഹസ്നയാണ്. നിങ്ങൾക്ക് പരിചയമുള്ള സൗണ്ടാണ്, കാരണം നൂറുൽ ഖുർആൻ അക്കാഡമിയിലെ തസ്കിയ ക്ലാസ്സുകളിലൂടെ, തദബ്ബുർ ക്ലാസ്സുകളിലൂടെ അവരുടെ സൗണ്ട് നിങ്ങൾക്ക് നല്ല പരിചിതമായിരിക്കും. നമ്മുടെ ഹജ്ജ് ക്ലാസ് ഒക്കെ നമുക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ റക്കീമയുടെ റാസൽഖോർ ഈ മദ്രസയുടെ കോർഡിനേറ്റർ ആണ് UAE-യിലെ. അവിടെ ഒരു മദ്രസയുടെ കാര്യകർത്താവ് തന്നെയാണ് അവർ, സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ കുട്ടികളുമായിട്ടുള്ള ഏറ്റവും നല്ല ഇടപെടലുകളൊക്കെ അവർക്കുമുണ്ട്, സുബ്ഹാനല്ലാഹ്. ഇതുപോലെ നമ്മുടെ ഹസ്നയോടൊപ്പം എല്ലാവരെയും, അതുപോലെ നമ്മുടെ മദ്രസയിലെ പാരന്റ്സിനെയും നമ്മുടെ മിഷ്കാത്തിലെ എല്ലാ സഹോദരിമാരെയും ഈ ഒരു നമ്മുടെ സ്പെഷ്യൽ ഓറിയന്റേഷൻ, ഖുർആന്റെ ഓറിയന്റേഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല സ്വാലിഹായ അമലാക്കി നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാകട്ടെ. റബ്ബിൽ നിന്നുള്ള ഈ ഓരോ ഖുർആനിൽ നിന്നുള്ള പാഠങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ഓരോ പാഠങ്ങളും അതിൻ്റെതായ രീതിയിൽ അതിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഹസ്ന. ജസാക്കല്ലാഹു ഖൈർ ബാനു. വളരെയധികം സന്തോഷം ഖുർആനിലെ പാരന്റ്സിനായിട്ട് എന്താ പറയാ, ഈ ഒരു ക്ലാസ് എടുക്കാൻ യോഗ്യതയൊന്നുമില്ല, എന്നാലും ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സദസ്സിലെ ഒരു പാർട്ടിസിപ്പന്റ് ആകാന്നുള്ളതാണല്ലോ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ദുനിയാവിലെ വെച്ച് ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഉത്തമമായിട്ടുള്ള കാര്യം. സോ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുന്നു. ഈ ഒരു ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടുമായിട്ടുള്ളൊരു അഡ്വൈസ് ആയിട്ട് കാണുക. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി ഇൻ ഉരീദു ഇല്ല അൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ റബ്ബിൽ നിന്നുള്ള എല്ലാവിധ സലാമും റഹ്മത്തും ബർക്കത്തും നിങ്ങൾക്ക് ഏവർക്കും മേലുണ്ടാകട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിച്ചു കൊള്ളുന്നു. റബ്ബ് നമ്മളുടെ ഏടുകളിൽ നന്മ വർദ്ധിപ്പിക്കുകയും തിന്മ ഇല്ലാതാക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മളുടെ പോരായ്മകളെല്ലാം റബ്ബ് പരിഹരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കാണാതെ വെച്ചുകൊണ്ട്, റബ്ബ് അത് ഇഗ്നോർ ചെയ്തുകൊണ്ട്, റബ്ബിന്റെ റഹ്മത്തും മഗ്ഫിറത്തും കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മളുടെ ഇണകളെയും മക്കളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൂട്ടുകുടുംബാദികളെയും കൂട്ടുകാരെയും മുസ്ലിം ഉമ്മത്തിനെ മൊത്തം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال الله عز وجل في قرآن الكريم: لله ملك السماوات والأرض يخلق ما يشاء يهب لمن يشاء إناثا ويهب لمن يشاء ذكور أو يزوجهم ذكرانا وإناثا يجعل من يشاء ويجعل من يشاء أقيما إنه عليم قدير. رب سبحانه وتعالى സൂറ ഷൂറയിലെ അശ്ശുറ 49-50 ആയത്തുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്: ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്. അല്ലാഹുവിനാകുന്നു ആകാശഭൂമികളുടെ മുൽക്ക്, ആധിപത്യം. യഖ്ലുഖു മാ യശാ, അവൻ എന്താണോ ഇച്ഛിക്കുന്നത് അതെല്ലാം അവൻ സൃഷ്ടിക്കുന്നു. യഹബു ലിമൻ യശാഉ ഇനാസ, അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ ഇനാസ് പെൺമക്കളെ സമ്മാനിക്കുന്നു. വയഹബു ലിമൻ യശാഉ ദുഖുറ, അവൻ ഇച്ഛിക്കുന്നവർക്ക് ആൺമക്കളെ നൽകുന്നു.
സമ്മാനിക്കുന്നു. ഔ യുസവ്വിജുഹും ദുഖ്റാനൻ വ ഇനാസ, അല്ലെങ്കിൽ അവൻ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ലിങ്ക് ചെയ്ത് ഒന്നിച്ചു കൊടുക്കുന്നു. വയജഅലു മൻ യശാഉ അഖീമ, ഇനി അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ അഖീമായിട്ട്, അതായത് വന്ധ്യരാക്കി മക്കളില്ലാത്തവരായി അവനാക്കുന്നു. ഇന്നഹു അലീമുൻ ഖദീർ, തീർച്ചയായും അവൻ അലീമും എല്ലാം അറിയുന്നവനും ഖദീർ എന്തിനും കഴിവുള്ളവനുമാണ്. അപ്പൊ ഈ ഒരു ദുനിയാവില് ഈ മനുഷ്യന്മാരായ നമ്മളിൽ ചിലവർക്ക് പെൺകുട്ടികളെ നൽകുന്നു, ചിലവർക്ക് ആൺകുട്ടികളെ നൽകുന്നു. സവ്വജ യുസവ്വിജു എന്ന് പറയുന്നിടത്ത് കണ്ണി ചേർക്കുക, ലിങ്ക് ചെയ്യുക. അതിൽ നിന്നാണ് മാരേജ് ഉണ്ടാകുന്നത്. ആ ഒരു സിവാജ്, സൗജ്, ഇണ എന്ന് പറയുന്നത്. ഇപ്പൊ സൗവജ എന്ന് പറഞ്ഞാൽ കണ്ണിയായിട്ട്, അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിനു പിറകെ ഒന്നായിട്ട്, ആണ് പെണ്ണ് അല്ലെങ്കിൽ പെണ്ണ് ആണ് പെണ്ണ്. സുബ്ഹാനല്ലാഹ്, അവന് ഇഷ്ടമുള്ളത് നൽകുന്നു. ചിലർക്കാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല മക്കളെ കൊടുക്കുന്നില്ല. എന്നിട്ട് റബ്ബ് പറയുകയാണ് ഇന്നഹു അലീമുൻ ഖദീർ, അവനാണ് എല്ലാം അറിയുന്നവനും. നമ്മൾക്ക് അൽമാലു വൽബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, ഈ മാലും മക്കളും ഒക്കെ ഈ ഒരു ദുനിയാവിലെ സീനത്തുകളാണ്, അലങ്കാരങ്ങളാണ്. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് കാര്യങ്ങളായിട്ടാണ് മക്കളെ റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത്. ഒന്ന്, ഈ ഒരു യഹബു, അതായത് യഹബു ലിമൻ യശാ, യഹബു എന്താണ് യഹബു? വഹബ എന്ന് പറഞ്ഞാല് നമ്മൾ റബ്ബി ഹബ്ലി മിന സാലിഹീൻ, അല്ലെങ്കിൽ റബ്ബന ഹബ്ലന മിന അസ്വാജിന, ഹബ് വഹബ യഹിബു എന്ന് പറയുന്നിട്ട് സമ്മാനമാണ്. ഹിബ എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മാനമാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, സമ്മാനം നൽകുക, ഗിഫ്റ്റ് നൽകുക എന്നുള്ള ഒരു മീനിങ്ങിലാണ് ഈ സമ്മാനം ഹബ് നൽകുന്നത്, ഈ വഹബ യഹബു. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല മക്കളെ തരുന്ന ഒരു സന്ദർഭങ്ങളിലൊക്കെ ഈ വഹബ യഹിബു ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സമ്മാനമാണ്, അനുഗ്രഹമാണ്, ആശീർവാദമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ മക്കള് ചോദിക്കുമ്പോഴുള്ള ദുആയും ഒക്കെ ഹബ്ലി, എനിക്ക് സമ്മാനമാക്കി നൽകണേ റബ്ബേ. അതായത് നമ്മൾക്ക് സമ്മാനം കിട്ടുന്നത് നമ്മളുടെ അർഹത കൊണ്ടൊന്നുമല്ല, തരുന്നവരുടെ ഒരു ഔദാര്യം കൊണ്ടാണ് നമ്മൾക്ക് സമ്മാനം ലഭിക്കുന്നത്, അല്ലെ? മറ്റേത് പ്രതിഫലമാണ്. അപ്പോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കഴിവ് കൊണ്ടൊന്നുമല്ല നമ്മൾക്ക് മക്കളെ ലഭിക്കുന്നത്. ഇത് റബ്ബിന്റെ, അലീമും ഖദീറുമായ റബ്ബിന്റെ വഹബ യഹിബു, അവന്റെ സമ്മാനമാണ്, ഹിബയാണ്. അതേപോലെ മക്കളെ പറ്റി സുവാർത്ത അറിയിക്കൂ. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ലിഗുലാമിൻ ഇസ്മുഹു യഹ്യ. സക്കരിയ അലൈഹിസ്സലാമിന്റെ ദുആക്ക് അതിന്റെ ഒരു ആൻസർ ആയിട്ട് റബ്ബ് പറയുന്നത് നുബശ്ശിറുക, അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് പറയുന്നതിന് ഖാലു ലാ തൗജൽ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ അലീം. പേടിക്കല്ലേ, നമ്മള്, അതായത് മലക്കുകൾ പറഞ്ഞാണ് പേടിക്കല്ലേ, നമ്മള് ഒരു അലീമായിട്ടുള്ള ഒരു ഗുലാം, ഒരു മകന്റെ സുവാർത്തയായിട്ട് നിന്നിലേക്ക് വന്നവരാണ്. അപ്പോ ബഷീർ, ഒരു സുവാർത്ത, ഗ്ലാഡ് ടൈഡിങ്സ്, നല്ലൊരു വാർത്തയാണ് മക്കൾ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോ ഈ ഒരു മക്കൾ, അല്ലെങ്കിൽ ഖുറത്ത ഐൻ എന്ന് നമ്മള് ഈ ഒരു ദുആ, അതായത് ഇബാദുർ റഹ്മാന്റെ ദുആ അല്ലാതെ പിന്നെ ഖുറത്ത ഐൻ നമ്മൾ കേട്ടിട്ടുള്ളത് എവിടെയാണ്? ഖാലത്ത് ഇംറഅതു ഫിർഔന ഖുറത്തു ഐനി ലീ വലക് ലാ തഖ്തുലൂഹു അസാ അൻ യൻഫഅനാ ഔ നത്തഖിദഹു വലദ. ഈ ഒരു കുട്ടി, യാ ഫിർഔൻ, ഈ ഒരു കുട്ടി, ഇതെന്തൊരു ഖുറത്ത ഐനാണ്, എന്തൊരു സന്തോഷം നൽകുന്നതാണ് എനിക്കും നിങ്ങൾക്കും. അതുകൊണ്ട് ഇവനെ കൊല്ലണ്ടാട്ടോ.
ഇനി ഇവനെങ്ങാനും നമ്മൾക്ക് ഉപകാരപ്പെടുന്നവനായാലോ, അല്ലെങ്കിൽ നമ്മൾക്ക് പിന്നീട് ഇവനെ നമുക്ക് മകനായിട്ട് സ്വീകരിക്കാം. ഇനി ഇതേ കാര്യം ഈ മകനായിട്ട് സ്വീകരിക്കാം, അസ അയ്യൻഫഅന, ഇതേ കാര്യം ഖുർആനിൽ വേറൊരാൾ കൂടി പറഞ്ഞിട്ടുണ്ട്. ആരാണത്? وقال الذين اشتراه من مصر لامرأته أكرمي مثواه عسى أن ينفعنا أو نتخذه ولدا. ആരാണത്? മിസ്രിൽ നിന്ന് ആ പയ്യനെ വാങ്ങിച്ച അയാളുടെ ഭാര്യയോട് പറഞ്ഞു, അയാളുടെ വുമനോട് പറഞ്ഞു, അക്രിമീ, നന്നായിട്ട് അവനെ നോക്കിട്ടോ, അവന് നമ്മൾക്ക് ഉപകാരപ്പെടും, അല്ലെങ്കിൽ അവനെ നമ്മൾക്ക് മകനായി സ്വീകരിക്കാം. യൂസുഫ് അലൈഹിസ്സലാമിനെ പറ്റി ആ ഒരു അസീസ് തന്റെ മകനോട് പറഞ്ഞത്. അപ്പോ മക്കളുണ്ടായവരാണെങ്കിലും മക്കളില്ലാത്തവരാണെങ്കിലും മക്കൾ എന്ന് പറയാൻ നേരത്തെ ഒരു പ്രത്യേക തരം സന്തോഷമാണ്. നമ്മളൊക്കെ യൂട്യൂബിൽ എത്രയോ വീഡിയോസ് ഒക്കെ കാണുന്നവരാണ്. പക്ഷെ ഒരു കുട്ടിയുടെ ബേബി വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം. ആ കുട്ടികൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ ഒരു കുട്ടി, ഒരു ചിരിക്കുന്ന ഒരു കുട്ടിയെ കാണുമ്പോൾ എന്തൊരു എന്താ പറയാ, എന്തൊരു ക്യൂട്ടായിട്ട് നമ്മൾക്ക് ഒരു ആഗ്രഹം അപ്പൊ തന്നെ നമ്മളുടെ മനസ്സിൽ വരല്ല, ഒരു നല്ലൊരു കുട്ടിയെ അങ്ങോട്ട് ഒരു പുന്നാരിക്കാൻ തോന്നുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മളെല്ലാവരും നിസ്കരിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഒരു കുട്ടി കരയുമ്പോൾ തന്നെ നമ്മൾക്കൊരു വിഷമം അങ്ങ് വരും. അല്ലാ, വേഗം തന്നെ ആ കുട്ടിക്ക് ഒരു സമാധാനം കൊടുക്കണേ, അതിന്റെ ഉമ്മയിലേക്ക് എത്തിക്കണേ, അത് മിസ്സിങ് ആണെങ്കിലും ഉമ്മയിലേക്ക് എത്തിക്കണേ. നമ്മളെല്ലാവരെയും തന്നെ എന്താ പറയാ, നമസ്കാരത്തിലെ എല്ലാ ഖുശൂവും നേരെ അങ്ങോട്ട് ഷിഫ്റ്റ് ആവും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതാണ് മക്കൾ എന്ന് പറഞ്ഞാല് എപ്പോഴും അതൊരു ഒരു 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 സുവാർത്തയാണ്, ഒരു ഖുറത്ത ആയിനാണ്, ഒരു റബ്ബ് നമ്മൾക്ക് നൽകുന്ന ഒരു സമ്മാനമാണ്. അത് നമ്മളുടെ അർഹതയോ ഒന്നുമില്ല അതില്, ഇതെല്ലാം റബ്ബിന്റെ തീരുമാനങ്ങളാണ്. ഈ ഒരു മക്കളെ സംബന്ധിച്ച് എല്ലാ മനുഷ്യന്മാർക്കും ഈ ഈ അസൂയ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾക്ക് ഉണ്ടാകും. അത് നമ്മൾ ഓവർകം ആണ് ചെയ്യുന്നത്, അല്ലെ? വേറൊരാളൊരു കാര്യം നല്ലത് ചെയ്യുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ നന്നായി എന്നൊക്കെ തോന്നുമ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് വരുന്നത് ഒരു ഈർഷ്യയാണ്. പക്ഷെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് ഓവർകം ചെയ്യും. അൽഹംദുലില്ലാഹ് ബാറക്കല്ലാഹ് മാഷാ അല്ലാഹ്, റബ്ബാണല്ലോ എനിക്ക് നൽകിയത്, നമ്മൾക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്. റബ്ബാണ് അത് എനിക്ക് നൽകിയത്, റബ്ബാണ് എന്റെ റബ്ബും, റബ്ബാണ് അവന്റെ റബ്ബും, റബ്ബിന്റെ തീരുമാനം കൊണ്ടാണ് അവനിക്ക് അത് നൽകിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലേ? നേരെ മറിച്ച് ഈ കുട്ടികൾ എന്നുള്ളൊരു സംഭവം മാത്രമാണ് ഈ ഒരു ദുനിയാവില് അവർ നമ്മളെക്കാൾ നന്നാവണം, അവർ നമ്മളെക്കാൾ നല്ല രീതിയിൽ വളരണം, അവർ നമ്മളെക്കാൾ നല്ല വിദ്യാഭ്യാസം കരസ്ഥമാക്കണം, നല്ല സ്കൂളിൽ പോകണം, നന്നായി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം, നന്നായി സക്സസ്ഫുൾ ആവണം ഈ ദുനിയാവിലും. എപ്പോഴും സ്വർഗത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മളുടെ ആഗ്രഹം എന്താണ്? റബ്ബേ, എന്നെ സ്വർഗത്തിൽ പ്രവേശിക്കണേ എന്നല്ല. റബ്ബേ, നമ്മളെല്ലാവരെയും, നമ്മളുടെ ഇണകളെയും മക്കളെയും മാതാപിതാക്കളെയും എല്ലാവരെയും. അപ്പൊ ഈ മക്കൾക്ക് എപ്പോഴും നന്മ വരുത്തണം എന്ന് വിചാരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഈ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളൊരു ബന്ധമാണ് ഏറ്റവും ഈ ഒരു ദുനിയാവില് നമ്മൾക്ക് ഏറ്റവും ഖാലിസ് ആയിട്ടുള്ള ഒരു ബന്ധമായിട്ട് തോന്നുന്നത്. ആൻഡ് ഈ ഒരു ബന്ധം എന്ന് പറയാൻ നേരത്തെ അതൊരു റഹ്മ, അത് ഒരു ഗർഭപാത്രം, ഒരു ചോരയുടെ ബന്ധമാണ്. ഈ ഒരു ബന്ധത്തിലൂടെയാണ് നമ്മൾ റഹ്മാനെയും റഹീമുമായിട്ടുള്ള റബ്ബിനെ മനസ്സിലാക്കുന്നത് പോലും. സുബ്ഹാനല്ലാഹ്. അപ്പോ ഈ ഒരു ദുനിയാവില് നമ്മൾക്ക് ഈ ഒരു അമാനത്തായിട്ട്, അല്ലെങ്കിൽ ഒരു ഹിബയായിട്ട്, അല്ലെങ്കിൽ ഒരു ബുഷറ ആയിട്ട് ഖുറത്ത ഐനായിട്ട് നൽകപ്പെട്ട, നമ്മളുടെ വാരിസ് ആയിട്ട് നൽകപ്പെട്ടിട്ടുള്ള ഈ ഒരു മക്കള്, ഇവരെങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്? പ്രത്യേകിച്ച് എങ്ങനെയാണ് ഇവരെ വളർത്തിക്കൊണ്ടുവരേണ്ടത്? ഈ ഒരു ദുനിയാവ് ഇപ്പോ എത്ര ദുഷിച്ച ഒരു ദുനിയാവിലൂടെയാണ് നമ്മളുടെ മക്കൾ, നമ്മളുടെ പരീക്ഷണങ്ങളൊക്കെ, നമ്മളുടെ കൗമാരത്തിലെയും നമ്മളുടെ യൗവനത്തിലെയും ഒക്കെ പരീക്ഷണങ്ങൾ നമ്മളത് കഴിഞ്ഞു, അൽഹംദുലില്ലാ. പക്ഷെ നമ്മളുടെ മക്കളെ കാത്തിരിക്കുന്ന ഒരു പരീക്ഷണം, അത് ഭയങ്കര വലുതാണ്, നമ്മളൊന്നും കാണാത്ത, ആൻഡ് ഐ വുഡ് സേ നമ്മൾ അറിയാത്ത
പരീക്ഷണങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ ഒരു ഘട്ടത്തില് നമ്മൾക്ക് എങ്ങനെ നമ്മളെ മക്കളെ, അവരെ എങ്ങനെ നമ്മൾക്ക് ശ്രമിക്കാം അല്ലെ, നമ്മൾക്ക് എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ അവരെ പരിപാലിക്കാം. നമ്മൾക്ക് ഖുർആനിൽ നിന്ന്, നമ്മളുടെ എല്ലാം ആണല്ലോ നമ്മളുടെ ഖുർആൻ, റബ്ബിന്റെ കലാം. അപ്പൊ ഖുർആനിലൂടെ നമ്മൾക്ക് നമ്മളുടെ മക്കളുടെ പരിപാലനത്തിലൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇതൊരു ശ്രമം മാത്രമാണ്. റബ്ബ് ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു സംഭവം നിങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ റബ്ബിന്റെ സഹായം ആവശ്യമുണ്ട്. അല്ലാഹുമ്മ അൻസുർനി യാ റബ്ബൽ ആലമീൻ. അപ്പോ ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ആദ്യം നമ്മൾ നന്നാവുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ നന്നാവുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റത്തെ കാര്യം. നമ്മളിൽ നിന്ന് തുടങ്ങുക. അപ്പോ ഇത് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെയാണ് നമ്മളിൽ നിന്ന് തുടങ്ങുക? ഖുർആനിൽ പല ഉദാഹരണങ്ങളുണ്ട് അല്ലെ. അതായത് നല്ല ഉപ്പാന്റെ നല്ല മക്കള്, അത്ര നല്ല അതല്ലാത്ത ഉപ്പാന്റെ നല്ല മക്കള്, നല്ല ഉപ്പാന്റെ കെട്ട മക്കള്. അപ്പോ സുബ്ഹാനല്ലാഹ്, നമ്മൾക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം, അതായത് ആസർ, അദ്ദേഹം ഒരു ബിംബം ഉണ്ടാക്കുന്നവനായിരുന്നു, ബിംബത്തെ വിൽക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് ഇബ്രാഹിം എന്ന ഈ ഒരു ഉമ്മത്തായിട്ട് ഖലീലുല്ലാഹ് ഇബ്രാഹിം ജന്മം കൊള്ളുന്നത്. ആ ഒരു ആസർ എന്ന ഒരു ബഹുദൈവ ആരാധകനായ സ്വന്തം മകൻ തൗഹീദിന്റെ മെസ്സേജസ് കൊടുത്തപ്പോൾ, നീ ഇതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ നിന്നെ കല്ലെറിഞ്ഞ് പുറത്താക്കും ഇബ്രാഹിം എന്ന് പറഞ്ഞ് ആ ഖൗമിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ച ഈ ഒരു സ്വന്തം മകനെതിരെ ഏറ്റവും ക്രൂരമായ ഒരു ശിക്ഷ നടപ്പിലാക്കിയപ്പോൾ അതിന് കൂട്ടുനിന്ന ഒരാളാണ് ആസർ. അതിൽ നിന്ന് ആണ് ഇബ്രാഹിം അലൈഹിസ്സലാം ജന്മമെടുത്തത് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. എന്നാൽ കൂടി ബാക്കി എല്ലാ ഉദാഹരണങ്ങളും സുബ്ഹാനല്ലാഹ് നല്ല മക്കള്, നല്ല മാതാപിതാക്കളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു അവസ്ഥ നമ്മൾക്ക് കാണാൻ പറ്റും. നമുക്ക് മറിയം അലൈഹിസ്സലാമയെ നോക്കാം. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉമ്മ സ്വന്തം ഉദരത്തിൽ എന്താണ് എന്നറിയാതെ അത് അള്ളാഹുവിന്റെ സർവീസിന് വേണ്ടി നുദുർ ചെയ്ത, വാക്ക് കൊടുത്ത ഒരു സ്ത്രീയായിരുന്നു. എന്നിട്ട് അത് ജനിച്ചപ്പോൾ അത് മകളാണെന്ന് അറിഞ്ഞപ്പോ, റബ്ബേ ലൈസ അല്ലെ, റബ്ബേ ഈ പെൺകുട്ടിയെ ആൺകുട്ടിയെ പോലെ അല്ലല്ലോ, എന്നാൽ കൂടി സ്വന്തം മകളെ ഈ ഒരു അന്നത്തെ ഒരു സെമിനാരിയിലേക്ക് നിയത്ത് വെച്ച ഒരു ഉമ്മയായിരുന്നു. അപ്പൊ ആ ഉമ്മാന്റെ, ആ സ്വാലിഹായ ഉമ്മയുടെ ആ ഒരു മകൾക്ക് ഏറ്റവും സ്വാലിഹായ പ്രവാചകനായ സക്കരിയ അലൈഹിസ്സലാമിൻ ആണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ കഫാലത്തെ ഏൽപ്പിച്ചു കൊടുത്തത്. സുബ്ഹാനല്ലാഹ്. അത് ഏറ്റവും നല്ല രീതിയിൽ നബാത്തൻ ഹസനൻ, ഏറ്റവും നല്ല വളർച്ചയാണ് അവിടെ മറിയം അലൈഹിസ്സലാമേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുത്തത്. അതേപോലെ തന്നെ നമ്മൾക്ക് യാക്കൂബ് അലൈഹിസ്സലാമയുടെ നോക്കാം. യാക്കൂബ് അലൈഹിസ്സലാമയുടെ മക്കള്, അത് നല്ല മക്കളും ഉണ്ടായിരുന്നു, അല്ലാത്ത മക്കളും ഉണ്ടായിരുന്നു. യൂസുഫ് അലൈഹിസ്സലാമും ബിന്യാമിൻ, അവർ രണ്ടുപേരും നല്ല മക്കളാണെങ്കിൽ ബാക്കി മക്കള് നല്ലതല്ല എന്നല്ല, അവരിൽ നിന്ന് നല്ലതല്ലാത്ത കുറെ പ്രവൃത്തികള് വന്നുപോയിട്ടുണ്ടായിരുന്നു. ലുഖ്മാൻ നബി അലൈഹിസ്സലാം, എവിടെയൊക്കെ മാതാപിതാക്കളും മക്കളും ഖുർആനും ഉണ്ടോ അവിടെയൊക്കെ ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാമുണ്ട്. എന്ത് സുന്ദരമായാണ് അദ്ദേഹത്തിന്റെ മകന് ഉപദേശം കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ ഈ മറിയം ബീവിയിൽ നിന്ന് ആ ഒരു ഈസ അലൈഹിസ്സലാം എന്ന മസീഹ ഈസ, അതേപോലെ തന്നെ മൂസ നബി അലൈഹിസ്സലാമയുടെ ഉമ്മ. സുബ്ഹാനല്ലാഹ്.
ഈ മൂസ അലിഹിസ്സലാമയെ അവര് ആ ഗർഭം ധരിച്ച മുതല്, പ്രസവിച്ച മുതല്, ആ ഒരു ബാസ്ക്കറ്റിൽ ഒഴുക്കുന്നത് മുതല് തിരിച്ചവരെ എത്തിക്കുന്നത് എല്ലാം റബ്ബിന്റെ ഡയറക്റ്റ് കൈകടത്തലാണ്. അവിടെ റബ്ബ് ഇത് ഔഹൈനയില ഉമ്മി മൂസ, റബ്ബ് ഉമ്മി മൂസയുടെ ഹൃദയത്തിലേക്കാണ് ആ വഹി എത്തിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ ആ ഒരു പ്രഗ്നൻസി നിങ്ങളത് ഹൈഡ് ചെയ്ത് വെക്കുക. ഒരു കൊല്ലം മക്കളെ ജീവിക്കാൻ അനുവദിക്കും, മറ്റൊരു കൊല്ലം ആൺമക്കളെ എല്ലാം കൊന്നൊടുക്കും. അങ്ങനെയായിരുന്നല്ലോ അവിടുത്തെ സ്ട്രാറ്റജി. അപ്പോ ഇവര് പ്രഗ്നന്റ് ആയത്, ഇനി പ്രസവിക്കാൻ പോകുന്നത്, അപ്പൊ നമ്മളൊക്കെ ഡേറ്റ് ഒക്കെ നോക്കൂലേ, പ്രസവ തീയതി നെക്സ്റ്റ് ജൂലൈ. അപ്പൊ അവർക്കും ഔഹൈന റബ്ബ് വഹി കൊടുത്തു, നിന്റെ എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി ഉമ്മി മൂസ അത് ഫിറൗൻ കൊല്ലാൻ പോകുന്ന ആ ഒരു സമയത്താണ് ട്ടോ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രഗ്നൻസി ഹൈഡ് ചെയ്യുക. അപ്പൊ നമ്മൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും, അവര് ഭയങ്കര ലൂസ് ആയിട്ടുള്ള മെറ്റേണിറ്റി ക്ലോത്ത്സ് ഒക്കെ ഇട്ട് ആരും അവർക്ക് ചിലപ്പോൾ നോസിയ ഉണ്ടായിട്ടുണ്ടാവും, അവർക്ക് ചിലപ്പോൾ ഛർദി ഉണ്ടായിട്ടുണ്ടാവും, അവർക്ക് ഗ്യാസ് ഉണ്ടായിട്ടുണ്ടാകും, അവർക്ക് വൊമിറ്റിംഗ് ഉണ്ടായിട്ടുണ്ടാവും, അവർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതൊന്നും ആരെ അറിയിക്കാതെ ഏതെങ്കിലും ഒരു ചാരൻ ആരെങ്കിലും ഇത് കണ്ടുപിടിച്ചാലോ ഒന്നും ആരെ അറിയിക്കാതെ ഉള്ള അവരുടെ 9 മാസത്തെ പ്രഗ്നൻസി, അതിനുശേഷം ഇരു ചെവി അറിയാതെയുള്ള അവരുടെ പ്രസവം, അവരുടെ മുലയൂറ്റില്. സുബ്ഹാനല്ലാഹ്. ചരിത്രകാരന്മാര് പറയുന്നത് ഈ ഉമ്മി മൂസ പല പ്രാവശ്യം ഈ ബാസ്ക്കറ്റില് കുട്ടിയെ ആക്കിയിട്ട് അവരുടെ ആ ഒരു നദിയിലെ ഒഴുക്കിയിട്ടുണ്ടെന്നാണ്. അതായത് ഒരു മരത്തില് കയറ് കെട്ടിയിട്ട് പല പ്രാവശ്യം എപ്പോഴൊക്കെ എന്തെങ്കിലും വല്ല ഗസ്റ്റ് വരുമ്പോഴോ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴോ ഈ കുട്ടിയെ ഒളിപ്പിക്കാൻ വേണ്ടി പല പ്രാവശ്യം അവര് ബാസ്ക്കറ്റിൽ കുട്ടിയെ ആക്കിയിട്ട് കയറ് മരത്തിൽ കെട്ടിയിട്ട് അല്ലെങ്കിൽ ഈ കുട്ടിയെ പുഴയിൽ ഒഴുക്കിയിട്ടുണ്ടെന്നാണ്. അന്നേ ദിവസം അവർക്ക് പറ്റാത്തതായപ്പോഴാണ് റബ്ബ് പറഞ്ഞത്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ആ കയർ ഉരുവിട്, നിന്നിലേക്ക് തന്നെ ഈ കുട്ടിയെ ഞാൻ തിരിച്ചെത്തിക്കാം എന്ന് റബ്ബ് ആ ഉമ്മയോട് പറയുന്നത്. അപ്പോ എത്ര സ്വാലിഹായ, റബ്ബിനായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ള, ഡയറക്റ്റ് കോൺവെർസേഷൻസ് ഉള്ള മാതാപിതാക്കളെ നമ്മൾക്ക് കാണാം. സുബ്ഹാനല്ലാഹ്. അപ്പോ നല്ല മാതാപിതാക്കൾ നമ്മളായാല് എങ്ങനെയെങ്കിലും നമ്മളുടെ മക്കളെ റബ്ബ് യാക്കൂബ് അലൈഹിസ്സലാമയുടെ ആ ഒരു മക്കള് അവര് പിന്നീട് സുബ്ഹാനല്ലാഹ് ആ ഒരു മിസ്രിലെ, ഈജിപ്തിലെ 12 വലിയ ഗോത്രങ്ങളില്, അല്ലെങ്കിൽ മൂസ നബി അലൈഹിസ്സലാമയോടൊപ്പം ഹിജ്റ പോകുന്ന ആ 12 ചീഫ്റ്റൻസ് എല്ലാം ഈ യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ 12 മക്കളാണ്. അപ്പോ നമ്മള് നന്നാവുക എന്നുള്ളത് ഇനിയുമുണ്ട്. സുബ്ഹാനല്ലാഹ്. സൂറ കഹ്ഫിലെ ഖിദ്റായിട്ട് മൂസ നബി അലൈഹിസ്സലാമയുടെ ആ ഒരു യാത്രയുണ്ടല്ലോ, അതില് ആ ഒരു രണ്ടാമത് ഖിദ്ർ അലൈഹിസ്സലാം ആ ഒരു കുട്ടിയെ എന്താ പറയാ, മൂന്നാമത് ആ ജിദാറ് അത് എന്താ പറയാ, മൂന്നാമത് ഖിദ്ർ യാത്ര പുറപ്പെട്ടപ്പോൾ മൂസ നബി അലൈഹി സ്വലാമയോട് ഒപ്പം പോയിട്ട് ഒരു വില്ലേജിലാണ് എത്തുന്നത്, ഒരു ഖരിയയിലെത്തുമ്പോൾ അവിടുത്തെ ആൾക്കാർ അവർക്ക് ഒരു ഇസ്തതാമ എനിക്ക് ഭക്ഷണം അവരോട് അഭ്യർത്ഥിച്ചപ്പോൾ അവർക്കൊരു വൈഫിയത്ത് നൽകാൻ, അവർക്കൊരു ആതിഥേയം നൽകാൻ അവർ വിസമ്മതിച്ചു. സുബ്ഹാനല്ലാഹ്. പക്ഷെ എന്നാൽ അവിടെ ഒരു മതില്, ഒരു പൊട്ടിപ്പൊളിഞ്ഞ മതില് കണ്ടപ്പോൾ ഖിദ്ർ രണ്ടാമത് പണിയെടുത്ത് അത് റിപ്പയർ ചെയ്ത് ആ മതിലൊക്കെ രണ്ടാമതൊന്ന് സ്ട്രോങ് ആക്കി. അപ്പൊ മൂസ അലൈഹിസ്സലാം ഒബ്വിയസ്ലി അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മതില് കെട്ടിപ്പണിതതിന്റെ ഒരു അജ്ർ, എന്തെങ്കിലും ഒരു കൂലി വാങ്ങിക്കായിരുന്നല്ലോ, അങ്ങനെയാണെങ്കിൽ അമ്മക്കുള്ള ചായ പൈസ കിട്ടിയനാലോ. അപ്പോ ഖിദ്ർ പിന്നീട് അതെല്ലാം വിവരിച്ചപ്പോൾ എന്താ പറഞ്ഞത്, وأما الجدار فكان لغلامين يتيمين في المدينة فكان تحته كنز لهما وكان أبوهما صالحا فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك
സുബ്ഹാനല്ലാഹ്. ഈ ഒരു ജിദാർ, ഈ ഒരു മതിലുണ്ടല്ലോ, അത് രണ്ട് ഗുലാം, ചെറിയ മക്കളുടെ ആയിരുന്നു, രണ്ട് പയ്യന്മാരുടെയാണ്. അവര് രണ്ട് യത്തീമുകളാണ്. അവർ ഈ മദീനയിലെ രണ്ട് യത്തീമുകളാണ്. ഈ മതിലിന്റെ അടിയില് അവരുടെ കെൻസാണ്, അവരുടെ ട്രഷറാണ്. ആൻഡ് ഈ മതിലാണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. ഈ മതിലൊക്കെ തകർന്നാല്, ഈ കെൻസ് ഇവിടുത്തെ ആൾക്കാര് അത് കണ്ടാല്, നമ്മൾക്ക് ആതിഥേയം, ഒരു ഇതുമില്ലാത്ത നമ്മൾക്ക് ആതിഥേയം നൽകാൻ വിസമ്മതിച്ച ഈ മദീനയിലെ ആൾക്കാര്, ഈ യത്തീം, ആരോരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഈ യത്തീമിന്റെ ഈ ഒരു അനന്തരാവകാശമാണ്, അത് അവരുടെ ട്രഷറാണത്. അത് അവർ തട്ടിയെടുക്കും, അത് അവര് കൊടുക്കില്ല. അവരൊരു കരുണ ഇല്ലാത്തവരാണ്. അവരുടെ അബൂഹുമ, അവരുടെ വാപ്പുണ്ടല്ലോ, രണ്ടുപേരുടെ വാപ്പ സ്വാലിഹായിരുന്നു. ആൻഡ് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്, റബ്ബ് ഉദ്ദേശിച്ചിട്ടുണ്ട്, ഇവര് വലുതായിട്ട് ഇവർക്ക് അവകാശപ്പെട്ടത് ഇവര് പുറത്തെടുക്കണമെന്ന് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. റഹ്മത്തൻ മിർ റബ്ബിക്, നിന്റെ റബ്ബിൽ നിന്നുള്ള റഹ്മത്താണ്. ആ സ്വാലിഹായ വാപ്പാന്റെ, ആ യതീമായ മക്കളുടെ സംരക്ഷണം റബ്ബ് ഏറ്റെടുത്ത് എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. സോ ഇതെല്ലാം നമ്മൾക്ക് പ്രചോദനമാണ്. നമ്മൾ നന്നായാൽ, നമ്മളുടെ മക്കൾക്ക് നന്നായിട്ട് നമ്മൾ വളർത്തിയാൽ, നമ്മളുടെ മക്കളെ റബ്ബ് നന്നാക്കാം. കൂടുതൽ പോസിബിലിറ്റിയാണ് നന്നാക്കാൻ. റബ്ബ് സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ഒക്കെ പ്രാർത്ഥനകൾ ഉണ്ടല്ലോ, ആൻഡ് ഈ നമ്മളെ നന്നാക്കാൻ, ഈ മക്കൾക്ക് വേണ്ടി നമ്മൾക്ക് ചെയ്യാവുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയാൻ നേരത്ത് നമ്മൾ നല്ല ഒരു ഇണയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമ്മൾക്കറിയാമല്ലോ, നമ്മൾക്ക് ഒരു മാതാപിതാക്കൾ അല്ലെങ്കിൽ പിതാവിന് മക്കളോടുള്ള ഒരു ബാധ്യത എന്ന് പറഞ്ഞാല് നല്ല ഒരു ഉമ്മയെ തിരഞ്ഞെടുക്കുക, നല്ല ഒരു പേര് കൊടുക്കുക എന്നൊക്കെയാണ്. നല്ല വിദ്യാഭ്യാസം, നല്ല ഇൽമ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് നല്ല നമ്മൾക്ക് അറിയുന്ന. അപ്പോ ഈ ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ നമ്മളുടെ ഇണയെ തിരഞ്ഞെടുക്കുന്നത്, ഇതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖുർആനിൽ കാണാൻ പറ്റില്ലെങ്കിലും, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയും തമ്മിലുള്ള ആ ഒരു റാപ്പോണ്. അവരെപ്പോഴെപ്പോഴും ഒരുമിച്ച് താമസിച്ച് പുന്നാരിച്ച് കൊഞ്ചിച്ച ഒരു വാപ്പ മകൻ ബന്ധമല്ല ഇസ്മായിൽ അലൈഹിസ്സലാം ഇബ്രാഹിം അലൈഹിസ്സലാമായിട്ടുള്ളത്. ദുൽഹിജ്ജ മാസമാണ്. നമ്മൾ കുറേ അധികം ഈ ഒരു നമ്മളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു ചരിത്രം, ആ ഹാജറിനെയും ആ ഒരു പിഞ്ചു കുഞ്ഞായ ഇസ്മായിൽ അലൈഹിസ്സലാമയെയും ഒരു ഒരു വെള്ളമോ അല്ലെങ്കിൽ ഒരു ഫലങ്ങളോ ഒരു കൃഷിഭൂമിയോ ഒന്നും അല്ലാത്ത തരിശു ഭൂമിയായ ആ ഒരു വാദിയിലെ ഒരു താഴ്വരയില് ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം മകനെയും ഭാര്യയെയും വിട്ടു പോകുന്ന ആ ഒരു രംഗം. പിന്നീട് ഇടക്കിടക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം ഈ മകനെ വിസിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള ഒരു വിസിറ്റിലാണ് അദ്ദേഹം ആ ഒരു സ്വപ്നം കാണുന്നതും മറക്കാൻ പറയുന്നതൊക്കെ. അങ്ങനെ വേറൊരു വിസിറ്റ് പിന്നീട് ഈ ഒരു സംസം കിണർ വരികയും അവിടെ കഹ്പാനികളൊക്കെ വന്ന് സെറ്റിൽ ആവുകയും വലിയ ഒരു സിവിലൈസേഷൻ തന്നെ അവിടെ ഫോം ചെയ്യുന്നു. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ കല്യാണം കഴിയുന്നു, വിവാഹം നടക്കുന്നു. അങ്ങനെ ഈ വയസ്സായ ഇബ്രാഹിം അലൈഹിസ്സലാം വരികയാണ്. അങ്ങനെ ഇസ്മായിൽ അലൈഹിസ്സലാമയുടെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ആ ഒരു ഭാര്യയായിട്ടുള്ള ഒരു കോൺവെർസേഷൻ, ഭാര്യയോട് ചോദിച്ചു, എവിടെ ഇവിടുത്തെ ആളെവിടെ? പറഞ്ഞു പുറത്തു പോയിക്കുവാണ്, എന്തോ നായായിട്ടോ എന്തോ ഒരു സംഭവമായിട്ട് പുറത്തു പോയിക്കാനാണ്. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചു, എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ? ഭയങ്കര മോശം, ഭയങ്കര കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്. അങ്ങനെ അവര് തമ്മിൽ എന്തോ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഈ ഇബ്രാഹിം അലൈഹിസ്സലാം പോകാൻ നേരത്ത് പറഞ്ഞു, ഇങ്ങനെ നിന്റെ ഹസ്ബൻഡ് വരുമ്പോൾ പറയണം, ഈ വീടിന്റെ ഈ വാതിൽപ്പടി ഉണ്ടല്ലോ, ആ വാതിൽപ്പടിയുടെ ആ ഒരു മാറ്റ് ഉണ്ടല്ലോ, അത് ശരിയല്ല, അത് പോരാ, അതൊന്ന് മാറ്റാൻ പറയണം. അങ്ങനെ ഇസ്മായിൽ അലൈഹിസ്സലാം
അദ്ദേഹത്തിന്റെ എന്താണോ ആ ഒരു ഇത് അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ നോക്കുമ്പോൾ ഫ്രണ്ടിലാ ഇപ്പൊ നമ്മൾക്ക് വരണമെങ്കിൽ നമ്മള് വാതിലിന്റെ മുമ്പിൽ തന്നെ ഇടുന്ന ആ ഒരു മാറ്റ് ഉണ്ടല്ലോ, നമ്മുടെ വെൽക്കം ഹോം എന്നൊക്കെ എഴുതിയിട്ടുള്ള ആ ഒരു മാറ്റ് മാറ്റിയിട്ട് ഒരു പുതിയ മാറ്റ്. അപ്പൊ ഇസ്മായിൽ അലൈഹി സ്വലാം ചോദിച്ചു, എന്തത് പുതിയ എന്തൊരു മാറ്റമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പറഞ്ഞൊരു ഷെയ്ഖു ഖദീം, ഒരു പട്ടുകൂറ്റ എന്താ പറയാ ഭയങ്കര ഒരു പ്രായമായ ഒരാള് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു വിശേഷമൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് പറയാൻ പറഞ്ഞു, യാ ഭർത്താവേ, ഈ ഉമ്മറപ്പടി അത് നിങ്ങള് ക്ലിയർ അല്ല, അതൊന്ന് മാറ്റാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നല്ലതായിട്ട് മാറ്റൊക്കെ മാറ്റി എന്ന് പറഞ്ഞു. ഇസ്മായിൽ അലൈഹിസ്സലാമിന് കാര്യം പിടികിട്ടി. ഇസ്മായിൽ അലൈഹിസ്സലാം ആ ഭാര്യയെ എന്താ പറയാ മൊഴി ചൊല്ലി അവർക്ക്, എന്നിട്ട് വേറൊരു സ്ത്രീയെ വിവാഹം ചെയ്തു. പിന്നീട് ഇബ്രാഹിം അലൈഹിസ്സലാം വന്നു, ആ ഭാര്യയോട് കുശലം അന്വേഷിച്ചു. അവർ പറഞ്ഞു, അൽഹംദുലില്ലാ റാഹത്താണ്, ഖൈറായിട്ട് പോകുന്നു. ഒരു നല്ല ഒരു കോൺവെർസേഷൻ അവർ തമ്മിലുണ്ടായി. അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാം ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു, താങ്കളുടെ ഹസ്ബൻഡിന്റെ അടുത്ത് പറയാ എല്ലാം ഓക്കെയാണ്, ഉമ്രപ്പടിയൊക്കെ ഓക്കെയാണെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാം വന്നപ്പോ ഈ ഒരു ഭാര്യ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനോട് പറയുന്നുണ്ട്, ഒരു ആലിമായിട്ടുള്ള ഒരു ഷെയ്ഖ് വന്നെന്ന്, ഒരു വളരെ വിവരമുള്ള ഒരു 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 ഷെയ്ഖ് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കുറെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ എല്ലാം ഓക്കെയാണ്, നല്ല ഉമ്രപ്പടിയൊക്കെ നല്ലതാണ്. ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ആ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള ഒരു 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 ഒന്നുമല്ല, ചിലപ്പോൾ സിറ്റുവേഷൻ ഒക്കെ സെയിം ആയിരിക്കും, പക്ഷെ ആ ഒരു ഔട്ട്ലുക്ക് ഉണ്ടല്ലോ, ആറ്റിറ്റ്യൂഡ്. ഒരാള് പറഞ്ഞത് ഒരു പട്ടു കിളവ വന്നു എന്നാണ്, മറ്റേ ആൾ പറഞ്ഞത് വളരെ ആലിമായിട്ടുള്ള ഒരു ഷേഖ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഷേഖ്. രണ്ടും സെയിം ആണ്. അതായത് നമ്മളിപ്പോ എന്താ പറയാ, ഒരു ചുരിദാറൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ പോകുമ്പോ തടിയുള്ള ആളാണ് എന്ന് പറയല്ലേ, ഇപ്പൊ എന്താ ചെയ്യാ, ഇപ്പൊ നമ്മളുടെ ഔട്ട്ലുക്ക് ഒക്കെ മാറി, ഇപ്പൊ ബോഡി ഷേമിംഗ് ഒക്കെ വന്നു. പഴയ പോലെ, അതായത് ഖുർആനിലെ സുന്നത്തിലേക്കൊക്കെ ഇപ്പൊ എന്താ പറയാ ആൾക്കാർ തിരിച്ചു വരുന്നു. നമ്മൾക്ക് അന്ന് നമുക്ക് തടിയാന്ന് വിളിക്കാൻ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മുസൽമാന്മാര് നിക്നെയിംസ് വിളിക്കുന്നവരല്ല, അവര് എന്താ പറയാ വട്ടപ്പേര് വിളിച്ച് കളിയാക്കുന്നവരല്ല. അത് നമുക്ക് പ്രശ്നമില്ല. ഇപ്പൊ ബോഡി ഷെയ്മിങ് ഒക്കെ വന്നപ്പോ നമ്മളിപ്പോ ഒന്നും പറയില്ല. ഇപ്പൊ നമ്മൾ എന്താ പറയാ ഡബിൾ എക്സൽ സൈസ്, അല്ലെങ്കിൽ എന്താ പറയാ അത് പ്ലസ് സൈസ്, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ളവരാണ്, കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളവരാണ് എന്നൊക്കെയാണ്. അപ്പൊ ഇത് ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ് ആണ്. ഒരാൾ പറഞ്ഞു ഒരു വയസ്സ് വന്നു, മറ്റേ ആൾ പറഞ്ഞു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഖ് വന്നിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാം അപ്പൊ തന്നെ കാര്യം പിടികിട്ടുള്ളൂ, എന്നെ അന്വേഷിച്ച് വരുന്ന ഈ ഷെയ്ഖ് ആരാണെന്ന്. ഇനി നമ്മൾക്ക് ചോദിക്കാം, എന്തിനാണാവോ ഇബ്രാഹിം അലൈഹി സ്വലാം ഈ ഇടക്കിടക്ക് പോയിട്ട് ഇസ്മായിൽ അലൈഹി സ്വലാമയുടെ ഭാര്യയെ ചെക്ക് ഔട്ട് ചെയ്യുന്നത്, നല്ലതാണോ കെട്ടവളാണോ എന്നൊക്കെ നോക്കുന്നത് എന്തിനാണ്? ഇബ്രാഹിം അലൈഹി സ്വലാം ഒരു ദുആ നടത്തിയിട്ടുണ്ടായിരുന്നു, കഅബ പണിതിട്ട് ഇസ്മായിൽ അലൈഹി സ്വലാമയോടൊപ്പം ഈ ഒരു ഭൂമിയെ ബലദനാമിനാക്കി മാറ്റുന്നത്. എന്നിൽ നിന്ന് ഒരു തലമുറയിൽ നിന്ന്, എന്റെ തലമുറയിൽ നിന്ന് ഒരു റസൂലിനെ നീ കൊണ്ടുവരണേ റബ്ബേ. യത്ലു അലൈഹിം ആയാത്ത്, നിന്റെ ആയാത്ത് വിവരിക്കുന്നതും ഹിക്മത്ത് പഠിപ്പിക്കുന്നതും അവരെ യുസക്കി, അവരെ തസ്കിയത്ത് ചെയ്യുന്നവനായിട്ടുള്ള ഒരു റസൂലിനെ റബ്ബേ എന്റെയും എന്റെ മകന്റെയും ഈ പരമ്പരയിൽ നിന്ന് കൊണ്ടുവരണം. അപ്പൊ ഈ ഒരു പരമ്പരയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു മാതാവിനെ എന്റെ മകന് വേണമെന്ന് ആ ഷെയ്ഖിന്, ആ പ്രവാചകന് നിർബന്ധമുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ നല്ല സ്പൗസിനെ തിരഞ്ഞെടുക്കുക. അതേപോലെ തന്നെ നമ്മൾ നമ്മളുടെ ഇണകളുമായിട്ട്, അത് രണ്ടിനും ആപ്ലിക്കബിൾ ആണ്. ഒരു പിതാവിന്, ഒരു ഭർത്താവിന് നല്ല ഭാര്യ, അതേപോലെ തന്നെ നല്ല ഭാര്യ. ഒരു കുറച്ച് നാൾ മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു, ഐ എം നോട്ട് ഷുവർ, ഇദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ഒരു കുട്ടിയെ വേണമെന്ന്, ഐ എം നോട്ട് ഷുവർ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, പഠിച്ചോനെ എന്തൊരു വർത്താനമാണോ, എന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ എനിക്ക് ഇത്ര ഷുവർ അല്ല, അദ്ദേഹത്തിന്റെ കുട്ടികൾ ഇപ്പോഴും മാറിയിട്ടില്ല, അദ്ദേഹം സ്റ്റേബിൾ അല്ല. അപ്പൊ ഇദ്ദേഹവുമായിട്ടൊരു കുട്ടിയെ റേസ് ചെയ്യണതിനെ പറ്റി ഐ എം നോട്ട് ഷുവർ.
ഞാൻ ആദ്യം വിചാരിച്ച് എന്തൊരു പരിഷ്കാരമായിട്ടുള്ളൊരു വർത്താനമാണെന്നാണ്. പക്ഷെ ഇന്നിപ്പോൾ വിചാരിക്കുന്നു എന്തൊരു സുബ്ഹാനല്ലാഹ്, എന്തൊരു ദീർഘവീക്ഷണമുള്ളവളായിരുന്നു അവള്. സുബ്ഹാനല്ലാഹ്. നമ്മള് നല്ല ഭർത്താക്കന്മാർക്ക് വേണ്ടി, നമ്മൾ ഇപ്പൊ തന്നെ നമ്മളുടെ മക്കൾക്ക് വേണ്ടി നല്ല ഇണകളെ നമ്മളുടെ മക്കൾക്ക് കിട്ടുവാൻ, നമ്മൾക്ക് നല്ല ഇണകളെ അല്ലെ, നമ്മളുടെ ഇണകളെ നന്നാക്കുവാൻ, അതിലൂടെ നല്ല മക്കളെ നമുക്ക് കിട്ടുവാൻ, മുത്തഖീനെ ഇമാമ. സുബ്ഹാനല്ലാഹ്, എന്തൊരു സുന്ദരമായ പ്രാർത്ഥന. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മളുടെ ഇണകളായിട്ട് നല്ല ബന്ധം കീപ്പ് ചെയ്യാം. നമ്മളുടെ നമ്മൾ എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മളുടെ മക്കൾ. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഭർത്താക്കന്മാരെ, നമ്മളുടെ മാതാപിതാക്കളെ, നമ്മളെ സഹോദരങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുക, അങ്ങനെ ആയിരിക്കും. മോസ്റ്റ്ലി അങ്ങനെ ആയിരിക്കും. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ മോസ്റ്റ്ലി അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എല്ലാത്തിനും എക്സെപ്ഷൻസ് ഉണ്ടല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടല്ലോ എക്സെപ്ഷൻ ആയിട്ട്. പക്ഷെ എന്നാൽ കൂടി ഒരു ജനറലൈസ് ചെയ്യുമ്പോൾ അങ്ങനെ പറയാം. നമ്മൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് കുറേ അധികം എന്താ പറയാ, ഈ വളരെയധികം ഗസ്റ്റുകളെ സൽക്കരിച്ചിരുന്ന മാതാപിതാക്കളുടെ മക്കളുണ്ടല്ലോ, അവര് ഗസ്റ്റുകളെ സൽക്കരിക്കാൻ കുറച്ച് പുറകോട്ടായിരിക്കും. അല്ലെങ്കിൽ വളരെയധികം ദാനം ചെയ്യുന്ന, അല്ലെങ്കിൽ ദാനം ചെയ്യുന്നത് ഒബ്വിയസ്ലി അത് സുബ്ഹാനല്ലാഹ് സദഖ ചെയ്യുന്ന ആൾക്കാരുടെ മക്കൾ എപ്പോഴും സദഖ ചെയ്യുന്നവർ തന്നെ ആയിരിക്കും. ഈ ഗസ്റ്റ്, അതായത് ഭക്ഷണം കൊടുക്കുന്നവരുടെ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ കുറച്ചൊരു അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കടാ, ഇവരുടെ ഉമ്മ അപ്പൊക്കെ ദൂരം ഭക്ഷണം കൊടുത്തുനിന്ന് ഇവരെന്തെങ്ങനെ ആയിപ്പോയെന്ന്. ചിലപ്പോൾ ഈ മക്കള് കണ്ടിട്ടുണ്ടാകും ആ ഉമ്മ കിടന്ന് കഷ്ടപ്പെടുന്നത്, ഈ ഗസ്റ്റുകൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നത്, ഈ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി. ചിലപ്പോ ഒക്കെ നമ്മളുടെ ഉമ്മമാര് ചിലപ്പോ പ്രാഗിക്കൊണ്ടായിരിക്കാം. ഇത് കാണുന്നവരായിരിക്കും നമ്മളുടെ മക്കള്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മളെ കാണുന്ന റബ്ബ് കൂടാതെ, മലക്കുകൾ കൂടാതെ റബ്ബിനോട് നമുക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാം. നമ്മൾ ചിലപ്പോൾ ആ പാചകം ചെയ്യുമ്പോഴായിരിക്കും നമ്മളുടെ ഫുൾ ഫ്രസ്ട്രേഷൻ വരുന്നത്. പക്ഷെ നമ്മൾക്ക് ആ ഗസ്റ്റുകൾക്ക് ആ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാകുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനും നമ്മളുടെ ദ്വാരവും ഒക്കെ ചിലപ്പോൾ നമ്മളുടെ മക്കള് കാണാതെ പോകും. അപ്പൊ നമ്മളുടെ മക്കള് കാണുന്ന നമ്മളുടെ സൈഡ് ഉണ്ടല്ലോ. അപ്പൊ നമ്മള് ഒരു 85% നമ്മളുടെ സ്പൗസായിട്ട്, നമ്മളുടെ മക്കളായിട്ട്, നമ്മളുടെ ഇണകളായിട്ട് സന്തോഷമായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ കിടപ്പറയിൽ നമ്മളുടെ ഹസ്ബൻഡായിട്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമ്മൾ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ പുറത്തു പോകുന്ന നമ്മളുടെ റൈഡുകളില്, നമ്മളുടെ ഫോണിലുള്ള സംസാരങ്ങളില്, നമ്മളുടെ ഹണിമൂൺ പീരീഡില്, നമ്മളുടെ പിന്നീടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള പല അഫയേഴ്സിലും നമ്മളും ഹസ്ബൻഡും ഭയങ്കര സ്വീറ്റ് ആയിരിക്കും, നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ നമ്മളുടെ മക്കള് കാണുന്നത് നമ്മൾ തല്ല് പിടിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടായിട്ടുള്ള ആ ഒരു എക്സ്ചേഞ്ച് ഓഫ് കോൺവെർസേഷൻ, ആ ഒരു വാക്കുകൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതായിരിക്കാം നമ്മുടെ മക്കൾ കാണുന്നത്. ആ ഉമ്മാന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു കണ്ണീരായിരിക്കാം മക്കള് നോട്ട് ചെയ്യുന്നത്. എപ്പോഴും എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. നന്മയല്ല തിന്മയാണല്ലോ കൂടുതൽ കാണുന്നതും എന്താ പറയാ ചർച്ച ചെയ്യപ്പെടുന്നതും. അതേപോലെ തന്നെ നമ്മളുടെ മക്കൾക്കും ഈ ഒരു നമ്മളുടെ ചില വഴക്കുകളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആയിരിക്കും മക്കള് നോട്ടീസ് ചെയ്യുക. അപ്പൊ നമ്മളെ മക്കൾ വിചാരിക്കും ശരിക്കും ഒരു ശരിയല്ല, നല്ലൊരു സിങ്കല്ല, നല്ലൊരു ജോഡിയല്ല, നമ്മളുടെ ഉമ്മാന്റെ ഉപ്പാന്റെ ഒക്കെ സെലക്ഷൻ അങ്ങോട്ട് ശരിയായില്ല, ഉപ്പാക്ക് കുറച്ചുകൂടി ഇന്ന ചെയ്യുന്ന ഉമ്മായും ഉമ്മാക്ക് കുറച്ചുകൂടി ഈ ഷോപ്പിങ്ങും പുറത്തു പോകും ലഞ്ച് കഴിക്കുന്ന ഉപ്പാനായിരുന്നു വേണ്ടത്, ഹസ്ബൻഡിനാണ് വേണ്ടത്. അവന്റെ ഉപ്പാക്കാണെങ്കിൽ കുറച്ചുകൂടി ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി അങ്ങനെ ഒരു ഘരേലു ടൈപ്പ് ഉമ്മയായിരിക്കും ഉപ്പാക്ക് വേണ്ട. സെലക്ഷൻ അങ്ങോട്ട് ശരിയായില്ല. മക്കള് വിചാരിക്കാം, സ്വാഭാവികമല്ലേ. അപ്പൊ നമ്മൾ ഇത് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ നമ്മളുടെ സ്പൗസസിനെ പറ്റി, മക്കൾക്ക് ഉപ്പാനെ പറ്റിയും ഉപ്പാക്ക് ഉമ്മാനെ പറ്റിയും എപ്പോഴും നല്ലത് മാത്രമായിരിക്കണം പറയാം. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടായി പോയാൽ തന്നെ നിങ്ങളായിരിക്കണം ഫസ്റ്റ് ഉപ്പാനെയോ ഉമ്മാനെയോ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുന്നത്. അതായത് ആ മക്കളുടെ മുമ്പില് ഈ ഒരു ഉപ്പാനെ പറ്റി അല്ലെങ്കിൽ ആ ഉമ്മാനെ പറ്റി ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുന്നവർ അവര് തന്നെ ആയിരിക്കണം.
അപ്പൊ ഞാനായിരിക്കണം എന്റെ ഹസ്ബൻഡിനെ പറ്റി നല്ലത് പറയേണ്ടത്, എന്റെ ഹസ്ബൻഡ് ആയിരിക്കണം എന്നെ പറ്റി എന്റെ മക്കളോട് നല്ലത് പറയേണ്ടത്. അതൊന്നും സാരമില്ല, ഇതിപ്പോ ഇടക്കല്ലേ, 99% ടൈം ഞാനും നിന്റെ ഉമ്മയും ഹാപ്പി അല്ലേ, രസമല്ലേ, തമാശയല്ലേ, സന്തോഷമല്ലേ, എന്ത് സ്വാലിഹാണ് അവള് കണ്ടില്ലേ, ഒരു 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 ഇതുപോലും മുടക്കുന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്നവളല്ലേ, നമസ്കാരം നിലനിർത്തുന്നവളല്ലേ, സദഖ ചെയ്യുന്നവളല്ലേ. സുബ്ഹാനല്ലാഹ്, നല്ല നല്ല കാര്യങ്ങൾ അങ്ങോട്ട് മക്കൾക്ക്, മാതാപിതാക്കളെയും അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റി നല്ല നല്ല ധാരണകൾ ഉണ്ടാക്കുക. പിന്നീട് ഈ മക്കൾക്ക് എനിക്ക് കല്യാണം വേണ്ട, ഉമ്മാന്റെ ജീവിതമോ ദുരന്തമായി പോയല്ലോ എന്നൊക്കെ നമ്മളെ കണ്ണിൽ നോക്കി പറയുന്ന മക്കളായി ഇവര് വലുതാകുമ്പോൾ ഉണ്ടല്ലോ, നമ്മള് ശരിക്കും അങ്ങ് ഇല്ലാതായി പോകും. സുബ്ഹാനല്ലാഹ്. അപ്പോ നമ്മളെ എന്താ പറയാ, അതേപോലെ തന്നെ നമ്മളുടെ മാതാപിതാക്കളെ നല്ല രീതിയിൽ നോക്കുക, നമ്മളുടെ സഹോദരങ്ങളോട് നല്ല രീതിയിൽ, നമ്മളുടെ സഹോദരങ്ങളെ പറ്റി നമ്മൾക്ക് എപ്പോഴും നല്ലത് പറയാനുണ്ടാകണം. നമ്മളെ മക്കൾ എപ്പോഴും നമ്മളെ കാണേണ്ടത് നല്ല സന്തോഷിക്കുന്നവരായിട്ടാണ്, കാണുമ്പോൾ എന്താ പറയാ, സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്ന, കാണാൻ വെമ്പൽ കൊള്ളുന്ന സഹോദരങ്ങളായിട്ട് വേണം നമ്മളുടെ മക്കള് നമ്മളെ കാണാൻ, നമ്മളെ സഹോദരങ്ങളെയും. അതേപോലെ തന്നെ നമ്മളുടെ ഭർത്താവിന്റെ ഫാമിലി അല്ലെങ്കിൽ നമ്മളെ ഭാര്യയുടെ ഫാമിലി ഒക്കെ ആയിട്ട് എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നവര്. അല്ലാണ്ട് ഇനിയിപ്പൊ ഇന്നും അവിടെ പോണം, അല്ലെങ്കിൽ ഒന്ന് ഇപ്പൊ അവരൊപ്പം പോയി വന്ന ഇനി അങ്ങനെയല്ല, നല്ല ധാരണകൾ മക്കൾക്ക് പറ്റിക്കൊടുക്കണം. എന്നാലല്ലേ എന്ന് വെച്ചാല് നമ്മള് ദുആ ചെയ്യുന്നത് എന്താണ്, മുത്തഖീന ഇമാമായിട്ട് നമ്മളെ മക്കളെ വളർത്താനാണെങ്കിൽ നമ്മളും മുത്തഖീനകളുടെ സ്വഭാവങ്ങൾ കാഴ്ചവെക്കണം. രണ്ടാമതായിട്ട് പറയാനുള്ളത് അഖിമി സ്വലാഹ്, നമ്മുടെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. യാ ബുനയ്യ അഖിമി സ്വലാഹ്, ലുഖ്മാൻ അലൈഹിസ്സലാം പറഞ്ഞ വാക്കുകളാണ്. നമസ്കാരം, ഇബ്രാഹിം അലൈഹിസ്സലാം, അല്ലാഹുമ്മ ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ, റബ്ബേ എന്നെയും നമസ്കാരം നിലനിർത്തുന്നവനാക്കണേ, എന്റെ ദുരിയത്ത്, എന്റെ സന്താന പരമ്പരകളിലും നമസ്കാരം നിലനിർത്തും. നമ്മൾ 7 വയസ്സ് മുതൽ മക്കളെ നമസ്കരിക്കാൻ തുടങ്ങുക, 10 വയസ്സാകുമ്പോഴേക്കും എസ്റ്റാബ്ലിഷ് ആകുക. ഇത് നമ്മളുടെ ജീവിതത്തിലെ എയിമാണ്. ആദ്യം മഗ്രിബിൽ നിന്ന് തുടങ്ങുക, ഇശായിൽ നിന്ന് തുടങ്ങുക, ജമാഅത്ത് നമസ്കാരങ്ങള്, പിന്നീട് അത് എല്ലാത്തിലേക്കും എല്ലാ വഖത്തിലേക്കും ഇതായി 10 വയസ്സാകുമ്പോഴത്തേക്കും അഖിമി സ്വലാ അവർക്കായിരിക്കണം എവിടെ പോയാലും. അപ്പൊ നമ്മൾ പഠിപ്പിക്കണം നമ്മളുടെ മക്കളെ, എവിടെ പോയാലും നമസ്കാരം നിർബന്ധമാണ്. അത് ഗസ്റ്റ് ആയിക്കോട്ടെ, യാത്ര ആയിക്കോട്ടെ, കല്യാണം ആയിക്കോട്ടെ, നമ്മളുടെ യാത്രകൾ തന്നെ നമസ്കാരം. ഫജറിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് ലൊഹറും അസറും കൂടെ നിസ്കരിച്ചിട്ട് നമുക്ക് ആ ദൂര യാത്രയിലേക്ക് പോകാം. അല്ലെങ്കിൽ നമ്മളുടെ ജേണികൾ, നമ്മളുടെ യാത്രകൾ, നമ്മളുടെ ടൂർ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അക്കോർഡിംഗ് ടു നമ്മളുടെ ഹജ്ജ് കർമ്മം എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യാൻ നേരത്തെ എങ്ങനെയാണ്, മഗ്രിബ് നമസ്കരിച്ച് ഫജർ നമസ്കരിച്ചിട്ട് നമ്മൾ പുറപ്പെടും, ഫജർ നമസ്കരിച്ചിട്ട് നമ്മൾ അറഫയിൽ കൂടും, അവിടെ ളുഹറും അസറും ഖസ്റുമാക്കി നമസ്കരിക്കും, പിന്നീട് മഗ്രിബ് അത് മുസ്ദലിഫയിൽ നിന്നാണ്, അവിടെ ഫജർ. അപ്പൊ നമ്മളുടെ ജേണിയും സുബ്ഹാനല്ലാഹ് നമസ്കാരങ്ങൾ കൊണ്ട് നമ്മൾ തിട്ടപ്പെടുത്തുക, നമ്മൾ ളുഹറിന് അവിടെ എത്താം, എന്നിട്ട് നമ്മൾക്ക് അസറോടുകൂടി അവിടെ നിന്ന് ഇറങ്ങാം, മഗ്രിബിന് ശേഷം ആയിരിക്കാം നമുക്ക് ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ നമ്മളുടെ ജേണികളിൽ ആക്കുക. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ നമ്മൾ മനഃപൂർവ്വം കൊണ്ടുവരേണ്ടതാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു നമസ്കാരം, ഈ ഒരു 7 വയസ്സുള്ള ഒരു കുട്ടി, ഈ 7 വയസ്സുള്ളപ്പോഴാണല്ലോ ശരിക്കും നമ്മൾ 7 വയസ്സ് വരെ നമ്മൾ മക്കളോടൊപ്പം കളിക്കാനും, 7 വയസ്സിന് ശേഷമാണ് ശരിക്കും പഠിത്തം ആരംഭിക്കുന്നത് മക്കളുടെ, അല്ലെ? അപ്പൊ ഈ 7 വയസ്സിൽ നമ്മൾ ശരിക്കും ഈ നമസ്കാരത്തിലൂടെ അവരെ പരിചയപ്പെടുത്തുന്നത് ഈ നമ്മളുടെ ഏറ്റവും അത്യുന്നതനായ, അത്രയും നാളും നമ്മളുടെ മക്കൾക്ക് നമ്മളാണ് ഏറ്റവും വലുത്. പക്ഷെ നമ്മൾ പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മളല്ല മക്കളെ വലുത്, നമ്മളെക്കാൾ വലിയവനാണ് റബ്ബ്. ഇനി ഈ റബ്ബ് പറയുന്നത് പോലെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇത്രയും നാളും ഞാൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മളുണ്ട് നിങ്ങളെയൊക്കെ ഗൈഡ് ചെയ്യാൻ. പക്ഷെ ഒറിജിനൽ ഗൈഡൻസ് റബ്ബിൽ നിന്നാണ്. റബ്ബിനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ ഒരിക്കലും എന്താ പറയാ ഉമ്മാന്റെ കാൽ കീഴിലാണ് ഇത്, അല്ലെങ്കിൽ
ഉമ്മയോടാണ് ഏറ്റവും കൂടുതൽ എന്താ പറയാ, ഉമ്മയോടാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇത് ഉള്ളത്, സ്നേഹിക്കേണ്ടത്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത് എന്നൊക്കെ നമ്മൾ തന്നെ പറയാണ്ട് നമ്മൾ ആ റബ്ബിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ആ റബ്ബ് പറയട്ടെ വബിൽ വാലിദൈനി ഇഹ്സാന. അപ്പൊ ലാ തുശ്രിക്കു, അല്ലെങ്കിൽ എന്നോടൊപ്പം മറ്റുള്ളവരെ ചേർക്കരുത് എന്നിട്ട് പറഞ്ഞതിന് ശേഷം റബ്ബ് പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന. റബ്ബിനോട് ഇഹ്സാനിയത്ത് ചെയ്യാൻ അമ്ര ചെയ്യുന്നില്ല, കൽപ്പിക്കുന്നില്ല. ഇഹ്സാനിയത്ത് നൽകണം നിങ്ങളുടെ മാതാപിതാക്കളോട്. അവരവരുടെ അറിവില്ലായ്മ കൊണ്ടെങ്ങാനും ഇനി ശിർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നല്ലതല്ലാത്തത് ചെയ്യാൻ നിങ്ങളോട് കൽപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ, ഉമ്മയോടാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇത് ഉള്ളത്, സ്നേഹിക്കേണ്ടത്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത് എന്നൊക്കെ നമ്മൾ തന്നെ പറയാണ്ട് നമ്മൾ ആ റബ്ബിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ആ റബ്ബ് പറയട്ടെ വബിൽ വാലിദൈനി ഇഹ്സാന. അപ്പൊ ലാ തുശ്രിക്കു, അല്ലെങ്കിൽ എന്നോടൊപ്പം മറ്റുള്ളവരെ ചേർക്കരുത് എന്നിട്ട് പറഞ്ഞതിന് ശേഷം റബ്ബ് പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന. റബ്ബിനോട് ഇഹ്സാനിയത്ത് ചെയ്യാൻ അമ്ര ചെയ്യുന്നില്ല, കൽപ്പിക്കുന്നില്ല. ഇഹ്സാനിയത്ത് നൽകണം നിങ്ങളുടെ മാതാപിതാക്കളോട്. അവരവരുടെ അറിവില്ലായ്മ കൊണ്ടെങ്ങാനും ഇനി ശിർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നല്ലതല്ലാത്തത് ചെയ്യാൻ നിങ്ങളോട് കൽപ്പിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ അവരോട് നന്നായിട്ട് മർഹമത്തോടു കൂടി നിങ്ങൾ അവരെ ഒപ്പം പാർപ്പിക്കുക. സുബ്ഹാനല്ലാഹ്. നിങ്ങളുടെ ചിറകുണ് അവരെ പ്രായമായി കഴിഞ്ഞാല് നിങ്ങളുടെ ചിറകുകൾ അവർക്ക് മേൽ വിരിച്ചു കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. ഒരു തള്ളക്കോഴി മക്കളെ നോക്കുന്നത് പോലെ വയസ്സായ മാതാപിതാക്കള് ആ ചിറകങ്ങ് വിരിച്ചു കൊടുക്കുക. ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് അവർക്ക് അവരുടെ റബ്ബാണ്. അപ്പൊ റബ്ബ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതല്ലേ, അല്ലാണ്ട് നമ്മളെ മക്കളെ കൊണ്ട് ഞാനാണ് ഏറ്റവും വലുത്, ആനാണ് ഏറ്റവും വലുത്, എന്നെ നോക്കണം, ഇതല്ല. അവർക്ക് റബ്ബിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. അഖിമി സ്വലാ. ഈ സ്വലാത്തിലൂടെ നമ്മളുടെ ഒരു ഇമ്പോർട്ടന്റ് മെസ്സേജ് ആണത്. നമ്മളല്ല, നമ്മളുടെ റബ്ബാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത്, അതിനൊക്കെ പല പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാനിത് ചെയ്യുന്നത് എന്റെ റബ്ബ് പറഞ്ഞത് കൊണ്ടാണ്, എന്റെ പ്രവാചകൻ കാണിച്ചു തന്നത് പോലെയാണ്. സുബ്ഹാനല്ലാഹ്. അവിടെ നമ്മുടെ മക്കൾക്ക് ദീനുൽ ഇസ്ലാമാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ മക്കൾക്ക് വേണ്ടി നന്നായി ദുആ ചെയ്യുക. ഏറ്റവും കൂടുതൽ നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളുടെ മക്കൾക്ക് ഹിദായത്ത് നൽകുവാനും ഈമാൻ നൽകുവാനും അവരെ എല്ലാവിധ സംരക്ഷണം നൽകുവാനും അവർ നമ്മളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഉറങ്ങാൻ പോകുമ്പോഴും നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പിടച്ചു വരേണ്ട ഒരു ദുആയുണ്ട്. റബ്ബേ എന്റെ മക്കളെ കാത്തോളൂ. ആ ഒരു ദുആയുടെ പ്രതിഫലമാണ് നമ്മളിപ്പോ നേരത്തെ കണ്ട ആ ഒരു മൂസ ഖിദറിൽ അബൂഹുമ സ്വാലിഹായ മാതാപിതാക്കളുടെ ദുആ ആയിരിക്കണം. റബ്ബേ ഞാൻ ഈ ട്രഷർ, റബ്ബേ ഞാൻ ഈ മതിലിന്റെ അടിയിൽ മൂടി വെക്കുകയാണ്. റബ്ബേ എന്റെ മക്കൾ വലുതാവുമ്പോൾ അവർക്ക് കൊടുക്കണം. റബ്ബേ നമ്മളില്ലാത്തൊരു കാലഘട്ടത്തിൽ റബ്ബേ നമ്മളുടെ മക്കളെ നല്ല രീതിയിൽ ജീവിപ്പിക്കണം. റബ്ബേ അല്ലാഹുവേ, പഠിച്ചോനെ, നമ്മളുടെ പർവരിഷ്, നമ്മളുടെ ആ ഒരു അബ്രിങ്ങിങ്ങില് എന്തെങ്കിലും ഒരു തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ റബ്ബേ നീ അതെല്ലാം നികത്തി കൊടുക്കണം. റബ്ബേ എപ്പോഴൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമെ പറ്റി അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ദുആ നമ്മൾ പഠിച്ചാൽ അവിടെ ഒക്കെ ദുർരിയത്തി റബ്ബ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ കഅബ പണിത് ഉയർത്തുകയാണ്. ആൻഡ് അള്ളാഹു ഈ ഒരു ബലത്, അത് സുരക്ഷിതമായ ഒരു ബലദൻ ആമിനാക്കി മാറ്റണമേ. എന്നിട്ട് എന്താ പറയുന്നത്? അള്ളാഹു എന്നെയും എന്റെ മക്കളെ വജിനുബിനി വബനി, അള്ളാഹു എന്നെയും എന്റെ മക്കളെയും സൈഡാക്കണേ. എന്ത് അസ്നാം, അള്ളാഹുവെ ബിംബങ്ങളെ, അസ്നാമുകളെ ആരാധിക്കുന്നതിൽ നിന്ന് റബ്ബേ എന്നെ എന്റെ മക്കളെ നീ മാറ്റി നിർത്തണേ. റബ്ബേ സൈഡാക്കണേ. റബ്ബേ ദൂരെ ആക്കണേ. റബ്ബേ
സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ ഇബ്രാഹിം അലൈഹിസ്സലാം ഓൾറെഡി ഈ ബിംബാരാധന എന്ന് പറഞ്ഞ ഒരു വിഷമ കാര്യത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. സ്വന്തം പിതാവ് ഇത് ചെയ്തതും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റാത്ത വിഷമമുള്ളവനാണ്. ആ ഇബ്രാഹിം അലൈഹിസ്സലാം എഴുതുവാണ്, അള്ളാഹ് എന്നെയും എന്റെ മക്കളെയും അങ്ങനെ ദൂരെയാക്കി തന്നെ, വജ്നുബ്നീ, ജുൻബ്, സൈഡിലേക്ക് അറ്റത്തേക്ക് മാറ്റി തരണേ റബ്ബേ. നമ്മള് ദുആ ചെയ്യണം, അല്ലാഹ് നമ്മള് എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം തെറ്റുകൾ കണ്ടിട്ടുണ്ട്, എന്തിൽ നിന്നെല്ലാം ഒക്കെ നമ്മളെ പടച്ചവനെ നീ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവേ അതിൽ നിന്നെല്ലാം നമ്മളെ മക്കളെ സൈഡാക്കണേ റബ്ബേ. നമ്മൾ എന്തെല്ലാം എന്താ പറയാ അനാചാരങ്ങളോ അല്ലെങ്കിൽ അരാജകത്വമോ എന്തെല്ലാം നമ്മൾ അതിനൊക്കെ സാക്ഷിയായിട്ടുണ്ട്, അതിനെല്ലാം നമ്മൾ മക്കളെ മാറ്റി റബ്ബേ. ഇനി എന്തെല്ലാം വരാൻ കിടപ്പുന്നുണ്ട് റബ്ബേ, അതിൽ നിന്നും നമ്മുടെ മക്കളെ മാറ്റണ റബ്ബേ. എന്ന് വെച്ചാൽ പിന്നീട് ഈ ഒരു കഅബ ബിംബാരാധനയുടെ കേന്ദ്രമായി മാറിയല്ലോ. സുബ്ഹാനല്ലാഹ്. എന്നിട്ടും പ്രവാചകനെ റബ്ബ് ഷിർക്കിൽ നിന്നും മാറ്റി നിർത്തിയല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്ന് ചെയ്ത ദുആയുടെ ഉത്തരമാണ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ശരിക്കും നമ്മൾ മനസ്സുകൊണ്ട് അറിഞ്ഞ ഒരു ദുആ നമ്മളുടെ മക്കൾക്ക് മാത്രമല്ല ഈ പരമ്പര ഫുൾ, സുബ്ഹാനല്ലാഹ്, നമ്മളുടെ ഒരു ദുആ, ഈ മാതാപിതാക്കളുടെ ദുആ മക്കൾക്ക് വേണ്ടിയുള്ളത്, അത് റബ്ബ് എപ്പോഴും ദുആ സ്വീകരിക്കും. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ദേഷ്യപ്പെട്ട് മക്കളെ പ്രാകരുത് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ദുആ സുബ്ഹാനല്ലാഹ് എപ്പോഴും. അതേപോലെ റബ്ബി ഹബ്ലി റബ്ബന ഹബ് ലനാ മിൻ ലദുൻക ദുർരിയത്തൻ തയ്യിബത്തൻ, സുബ്ഹാനല്ലാഹ്, റബ്ബന വതഖബ്ബൽ ദുആ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അല്ലാഹുവേ നല്ല മക്കളെ റബ്ബേ നല്ല സാലിഹായ മക്കളെ തരണമേ. അപ്പൊ ഒരു നവദമ്പതികൾക്ക് പോലും സുബ്ഹാനല്ലാഹ് ഒരു ദുആയാണ് സുബ്ഹാനല്ലാഹ്, നല്ല നല്ല മക്കളെ തരുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ മക്കളായിട്ട് നല്ല ബന്ധം കീപ്പ് ചെയ്യാം. സുബ്ഹാനല്ലാഹ്. നല്ല ബന്ധങ്ങൾ, നല്ല റിലേഷൻഷിപ്പ്. നമ്മൾ എന്താ പറയാ ഇപ്പൊ ഒക്കെ പറയുന്നുണ്ട് ഫ്രണ്ട്ലി ആയിരിക്കണം. ഫ്രണ്ട്ലി ആണോന്ന് എനിക്കറിയില്ല, ബട്ട് നല്ല നല്ല കോൺവെർസേഷൻസ് നമ്മള് അതായത് യു ഡോണ്ട് ടോക്ക് അറ്റ് ദം, യു ടോക്ക് ടു ദം എന്നാണ് പറയുന്നത്. അതായത് അവരോട് ഇങ്ങനെ കൽപ്പനാക്രിയല്ല പറയുന്നത്, അവരോടൊപ്പം സംസാരിക്കുക. ഒപ്പം സംസാരിക്കുക എന്ന് പറയുന്നിടത്ത് ഒരു ഹിവാറ്, അങ്ങോട്ട് പറയുന്നു ഇങ്ങോട്ട് പറയുന്നു, അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ്. ഇപ്പോ ഈ ലുഖ്മാൻ അലൈഹിസ്സലാം തന്നെ പറയുന്നത് എന്താണ്, എന്താ പറയാ, ഇത് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു. അപ്പോ നമ്മളുടെ പണ്ട് നമ്മൾ പറയില്ലേ വാദ കേൾക്കാൻ പോയിന്ന്. അപ്പൊ ഈ വാദ എന്ന് പറയാൻ നേരത്ത് ഉപദേശിച്ചപ്പോൾ വഹുവ യഇദുഹു, ആ വാവുൽ ഹാലിയാണ്. അതായത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ ഇടക്ക് ആ ഒരു ഉപദേശിയുടെ ആ ഒരു ടോണിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഒറ്റ സ്റ്റഡിക്ക് യാബുനയ അഖിമി സ്വലാ ലാ തുശ്രിക് ബില്ലാഹ് ഇതൊന്നുമല്ല. അവരുടെ പല പല സംഭാഷണങ്ങളിൽ, അവരുടെ എപ്പോഴുമുള്ള നിരന്തരമായ സംഭാഷണങ്ങളിലൊക്കെ എപ്പോഴാണോ നമ്മൾക്ക് ഇപ്പൊ നല്ല ഇതാണ്, വേണമെങ്കിൽ ഒന്ന് ഉപദേശിക്കാം എന്ന ഒരു ഇതിലേക്ക് വരുമ്പോൾ അങ്ങനെ പല പല സന്ദർഭങ്ങളിലായിട്ടാണ് ആ ഒരു പേജ്, സുബ്ഹാനല്ലാഹ്, ആ ഒരു പേജ്, സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെ മക്കളായിട്ടുള്ള ഒരു കോൺവെർസേഷൻ, അവരുടെ കാര്യങ്ങൾ അറിയുക, അവരുടെ എപ്പോഴും നമ്മളൊരു ഉപദേശിയാകരുത്. ചിലപ്പോഴൊക്കെ നമ്മളുടെ മക്കള് നമ്മൾ പറയുന്നത് ഒഴിച്ച് ബാക്കി എല്ലാവരും പറയുന്നത് കേൾക്കും, അല്ലേ? അപ്പോ
അപ്പൊ നമ്മള് വേറെ ആൾക്കാരുടെ അടുത്ത് പറയും നിങ്ങളെന്ന് പറയേ, അല്ലേ? അപ്പോ നോ പ്രോബ്ലം. അപ്പോ നമ്മൾ മനസ്സിലാക്കുക നമ്മളുടെ ഒരു വാതിൽ എന്തെങ്കിലും യുനോ എസ്പെഷ്യലി ഇപ്പൊ നമ്മളുടെ ഈ ഒരു മക്കൾ എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ഓർമ്മിക്കേണ്ട എന്താന്ന് വെച്ചാല് ഈ ഒരു കാലഘട്ടം നമ്മൾ കഴിഞ്ഞു വന്നതല്ലേ. നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്നും നമ്മളുടെ ഉമ്മാക്കും ഉപ്പാക്കൊന്നും അറിയില്ല. അവർക്ക് കമ്പ്യൂട്ടർ എന്താണെന്ന് അറിയില്ല, ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല. അന്നൊക്കെ പവർ പോയിന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് അറിയില്ല. അപ്പോ നമ്മള് അറ്റ് എനി സം പോയിന്റ് ഓഫ് ടൈം നമ്മൾ വിചാരിക്കടാ നമ്മളെ മാതാപിതാക്കളെക്കാൾ എന്തോരം അറിയുന്നവരാണ്. അവർ കോളേജിൽ പോയിട്ടില്ല, നമ്മൾ കോളേജിൽ പോയിട്ടുണ്ട്. അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, നമ്മൾ ഇംഗ്ലീഷ് അറിയാം. അവർ ഇംഗ്ലീഷ് മൂവീസ് വാച്ച് ചെയ്തിട്ടില്ല, നമ്മൾ ഇംഗ്ലീഷ് മൂവിയൊക്കെ വാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് അന്ന് അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ പറയാ, നമുക്ക് ഫേസ്ബുക്ക് ഉണ്ട്, നമുക്ക് ഇൻസ്റ്റ ഉണ്ട്, അവർക്കൊന്നുമില്ല. അല്ലെങ്കിൽ ആ സമയത്ത് ഓർക്യൂട്ടാണുള്ളത്, ഓർക്യൂട്ടുണ്ട്. നമുക്ക് ജിമെയിൽ ഉണ്ട്, അവർക്ക് ജിമെയിൽ ഇല്ല. അവർക്ക് ആകെ ഫോൺ ചെയ്യാൻ മാത്രം അറിയാം, നമ്മൾ ഇമെയിൽ അയക്കുന്നു. അപ്പൊ നമ്മൾ തന്നെ വിചാരിച്ചിട്ടുണ്ടാവില്ലേ, മനപ്പാനെക്കാട്ടി ദൂരം ആൾക്കാർ എനിക്ക് എന്തോരം പരിചയമുണ്ട്. ആ ഉമ്മാക്ക് കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട്, കസിൻസിന്റെ അയൽവാസികളുണ്ട്, ഹലാസ് നമുക്ക് എന്തോരം ഫ്രണ്ട്സാ. അപ്പൊ നമുക്ക് തിരുവനന്തപുരത്ത് ഫ്രണ്ട്സ് ഉണ്ട്, കണ്ണൂർ ഫ്രണ്ട്സ് ഉണ്ട്, കാസർഗോഡ് ഫ്രണ്ട്സ് ഉണ്ട്, ഡൽഹിയിൽ ഫ്രണ്ട്സ് ഉണ്ട്, ദുബായിൽ ഫ്രണ്ട്സ് ഉണ്ട്, ന്യൂജേഴ്സിയിൽ ഫ്രണ്ട്സ് ഉണ്ട്. ശരിക്കും നമ്മള് കുറെ ലോകം കാണുന്നവരൊക്കെ ആയിട്ട് നമുക്ക് അന്ന് തോന്നിയിട്ടുണ്ടാകും. നമ്മൾക്കന്ന് നമ്മളുടെ മാതാപിതാക്കളോട് തോന്നിയ ആ ഒരു മാതാപിതാക്കളെക്കാൾ സുപ്പീരിയർ ആണെന്ന് തോന്നിയതിനേക്കാൾ എത്രയോ 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 10 മടങ്ങ് തോന്നാം നമ്മളുടെ മക്കൾക്ക് നമ്മളോട്, അല്ലേ? എന്നുവെച്ചാല് നമ്മൾക്ക് ഇൻസ്റ്റ ഇല്ല, നമ്മൾക്ക് ചാറ്റ് ബോട്ടായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ അറിയില്ല, നമ്മൾക്ക് പലതും ഇല്ല. അവര് ചെയ്യുന്ന ടെക്നോളജിയെ പറ്റി നമുക്കറിയില്ല. നമ്മൾക്ക് ഒരു 5-6 ഹൈബ്രിഡ് കാറിന്റെ പേര് പറഞ്ഞാൽ നമുക്കറിയില്ല. നമ്മൾക്ക് ഓർഹാൻ പാമുക്കിനെ അറിയില്ല, നമുക്ക് ഇലോൺ മസ്കിനെ അറിയില്ല, നമുക്ക് ശുഭാംശു ശുക്ലനെ അറിയില്ല. നമ്മൾക്ക് അവരറിയുന്ന ആരെ അറിയില്ല. അപ്പോ ഇങ്ങനെ ഒരു അറിവില്ലാത്ത ഉമ്മ വാപ്പ, പണ്ടത്തെ ഡിഗ്രിയിൽ കിടക്കുന്ന ഉമ്മ വാപ്പയും പറഞ്ഞാല് അവര് വൈ ഷുഡ് ദേ ലിസൺ? എന്തുകൊണ്ട് അവര് ഗീവ് റീസൺസ്? എന്തുകൊണ്ട് അവര് നമ്മൾ പറയുന്ന കേൾക്കണം? അപ്പൊ നമ്മള് അവരുടെ ഉപദേശകരാകാതെ നമ്മൾ അവരുടെ മാതാപിതാക്കളാകുക. ചില സമയത്ത് നമ്മൾ അവരെ സ്നേഹിക്കുക, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, അവരുടെ ഫീസ് അടക്കുക, അവരെ നല്ല നല്ല സ്ഥലത്ത് കൊണ്ടുപോവുക, നല്ല നമ്മളുടെ ആൾക്കാരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക, ആൾക്കാരായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കാൻ പഠിപ്പിക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ കൂടെ ചെയ്യാൻ പഠിപ്പിക്കുക. അതിനേക്കാൾ വലിയ സംഭവങ്ങളൊന്നും അവരെ പഠിപ്പിക്കേണ്ട. യാക്കൂബ് അലൈഹിസ്സലാം മകൻ യൂസുഫ് ആ ഒരു എന്താ പറയാ കസീബായിട്ടുള്ള അതാ ഒരു എന്താ പറയാ ഒരു കള്ളരക്തം അല്ലെ, ആ ഒരു കള്ളരക്തം കൊണ്ടുവന്ന ആ ഒരു കമ്മീസ് കണ്ടപ്പോ തന്നെ യാക്കൂബ് അലൈഹിസ്സലാം പ്രവാചകനാണ് അദ്ദേഹത്തിന് മനസ്സിലായല്ലോ ഇത് വേറെന്തോ ആണ് സംഭവിച്ചിട്ടുള്ളത്, എന്റെ മക്കള് നുണ പറയാണ്. യാക്കൂബ് അലൈഹിസ്സലാം അവിടെ എന്താ ചെയ്തത്? സുബ്ഹാനല്ലാഹ്, ഫേമസ് ആണത്. എന്താണത്? സബ്റുൻ ജമീൽ. അദ്ദേഹം തന്റെ മക്കളെ പുറത്താക്കിയോ? അദ്ദേഹം തന്റെ മക്കളെ ശിക്ഷിച്ചോ? അദ്ദേഹം തന്റെ മക്കളെ ജയിലിലാക്കിയോ? അദ്ദേഹം തന്റെ അനന്തരാവകാശത്തിൽ നിന്ന് ആ മക്കള് പുറത്താക്കിയോ? സബ്റുൻ ജമീൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അദ്ദേഹം ഓരോ ദിവസവും ഈ മക്കളെ കാണുമ്പോൾ ഈ മക്കള് യൂസുഫിനോട് എന്താകാം ചെയ്തത് എന്ന് ആലോചിക്കാത്ത ഒരു നിമിഷം പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. സബ്റുൻ ജമീൽ, സുന്ദരമായ ക്ഷമ, സുന്ദരമായ സഹനം. ആ മക്കളെ കാണുന്നു, അസ്സലാമു അലൈക്കും മക്കളെ, കഴിച്ചോ, നിങ്ങൾ പോയോ, ജോലിക്ക് പോയോ, വന്നു, എവ്രി സിംഗിൾ ഡേ, എവ്രി സിംഗിൾ മൊമെന്റ്. സുബ്ഹാനല്ലാഹ്.
ആ മക്കളോട് യാക്കൂബ് അലൈഹി സ്വലാം ക്ഷമിച്ചില്ലേ? അതിനേക്കാൾ വലിയ കുറ്റമൊന്നും നമ്മുടെ മക്കൾ നമ്മളോട് ചെയ്തിട്ടില്ലല്ലോ. നമ്മുടെ ഏതെങ്കിലും മക്കളെ കൊലക്ക് കൊടുത്തോ, ചാകാൻ വേണ്ടി വിട്ടോ, അഗെയിൻസ്റ്റ് പ്ലോട്ട് ചെയ്തോ? നമ്മളെ മക്കൾ എന്താ ചെയ്തത്? അവരുടെ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് അവരെ കൊണ്ടുവരാവുന്ന ചില തെറ്റുകൾ അവർ ചെയ്തു. സബറുൻ ജമീൽ. ഈ മാതാപിതാക്കളുടെ റോള് സുബ്ഹാനല്ലാഹ് നമ്മള് എന്തോരം മനസ്സിലാക്കാൻ കിടക്കും. ഒരു തെറ്റിന്റെ പേരിൽ വീണ്ടും വീണ്ടും ഒന്ന് ആലോചിച്ച് നോക്കിയേ, വീണ്ടും വീണ്ടും അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാപ്പുണ്ടായിരുന്നെങ്കിൽ മക്കളൊക്കെ പോയേനെ. പിന്നീട് എന്താ പറയാ, ഈ മക്കള് ഒന്ന് ആലോചിക്ക്, പിന്നീട് ഈ മക്കള് ബിന്യാമിന്റെ ഒപ്പം പോയിട്ട് യൂസുഫ് അലൈഹിസ്സലാം ഈ മക്കളെ ഡിഫെൻഡ് ചെയ്യുന്നു. അതേപോലെ വീണ്ടും ചെറിയ മകനെ ഇവരൊപ്പം അയക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊരു സുബ്ഹാനല്ലാഹ്, ആ ഒരു പിതാവിന്റെ ആ ഒരു സബറൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് റബ്ബിലുള്ള ഒരു യഖീനാണ്. നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ റബ്ബിനെ കാണുന്നത്, അങ്ങനെയാണ് റബ്ബിന്റെ അടിമയോട്. യാക്കൂബ് അലൈഹിസ്സലാം വിശ്വസിച്ചിട്ടുണ്ട്, എന്റെ മകൻ റബ്ബെ നിന്റെ കയ്യിലാണ്, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്റെ മകന് റബ്ബെ നീ യാതൊരു പ്രശ്നവും വരുത്തില്ല. എന്റെ മക്കൾ എന്തെങ്കിലും അവനോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി ആ വാപ്പ ആ മകനോട് പറഞ്ഞു. എന്റെ മോനെ, നീ ഈ ഒരു സ്വപ്നത്തിനെ പറ്റി നിന്റെ സഹോദരങ്ങളോട് പറയണ്ട കേട്ടോ. ഷെയ്ത്താൻ അവരെ കൊണ്ട് എന്തെങ്കിലും കൊള്ളരുതാത്തത് ചിലപ്പോ ചെയ്തേപ്പിക്കാം. ഷെയ്ത്താന്റെ തലയിലിട്ടു ആ യാക്കൂബ് അലൈഹിസ്സലാം അന്നേ മൊമെന്റില്. ആൻഡ് ആ വാചകം തന്നെയാണ് യൂസുഫ് അലൈഹിസ്സലാം ആ സഹോദരന്മാരോട് പിന്നീട് പറയുന്നത്. ഈ ഷെയ്ത്താനാണ് നമ്മളുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടാക്കിയതെന്ന്. സുബ്ഹാനല്ലാഹ്, ഒരു വാക്ക്, നമ്മൾ പറയുന്ന വാക്ക് നമ്മളുടെ മക്കളുടെ മനസ്സിൽ പോയി ആഴത്തിൽ അങ്ങ് കേറിച്ചെല്ലും. സുബ്ഹാനല്ലാഹ്, നമ്മുടെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലും സാരമില്ല മക്കൾ, ഇതിനേക്കാൾ വലിയ തെറ്റുകളൊക്കെ ചെയ്ത് എത്രയോ ആൾക്കാരുണ്ട്. ഞാൻ തന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ അങ്ങനെ നടക്കും. ദ ഇമ്പോർട്ടന്റ് പോയിന്റ് ഇസ്, എന്ത് ചെയ്താലും നമ്മുടെ മക്കൾക്ക് നമ്മൾ അപ്രോച്ചബിൾ ആയിരിക്കണം. ഗ്ലാസ് പൊട്ടി ഉമ്മി, സാരമില്ല, ഗ്ലാസ് അല്ലേ, പൊട്ടുമല്ലോ. ബോള് കാണുന്നില്ല ഉമ്മ, സാരമില്ല, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ചെറിയൊരു ഓർമ്മപ്പെടുത്തലായിട്ട്, ഇനി ഉടനെ തന്നെ പുതിയ പെന്ന് വാങ്ങിച്ചു തരില്ല, കുറച്ച് നാൾ നീ പഴയ പെന്നും പെൻസിലും റബ്ബറൊക്കെ കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും, കുഴപ്പമില്ല അല്ലേ? മക്കളെ നമ്മൾ അപ്രോച്ചബിൾ ആക്കുക. എന്ത് പ്രശ്നത്തിൽ പെട്ടാലും നമ്മളോട് പറയാൻ ആ മക്കൾക്കൊരു കോൺഫിഡൻസ് തോന്നും. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ നമ്മളുടെ മക്കൾ ഒരു 10, 15, 16 വയസ്സൊക്കെ കഴിഞ്ഞാൽ, അവരുടെ ഒരു പ്യൂബർട്ടി ഒക്കെ എത്തിക്കഴിഞ്ഞാൽ, അവരുടെ അഡോളസന്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ, പിന്നെ നമ്മളുടെ കയ്യിലല്ല അവര്. പിന്നെ നമ്മളുടെ മക്കള് ഇൻഡിവിജ്വൽസ് ആണ്. അവരുടെ ഹിസാബ് അവർക്കുള്ളതാണ്. നമ്മളുടെ ഹിസാബ് ലഹ മാ കസബത്ത് അലൈഹ മക്തസബത്ത് ലാ യസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ. ആ ഒരു ഇതിലേക്ക് പോകും. അവര് ചെയ്തത് അവർക്ക്, നമ്മൾ ചെയ്തത് നമ്മൾക്ക്. നൂഹ് അലൈഹിസ്സലാമിന്റെ മകൻ, സുബ്ഹാനല്ലാഹ്, എത്ര നാള്, അതായത് നൂഹ് അലൈഹിസ്സലാം പിന്നെ ആ ഒരു എന്താ പറയാ, ആ ഒരു ദഅവ ഉണ്ടല്ലോ, ഖാല റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ. അല്ലാഹു സുബ്ഹാനല്ലാഹ്, റബ്ബേ ഞാൻ എന്റെ കൗമിനോട് ലൈലൻ വനഹാറ, രാത്രിയും പകല് ചെയ്തു, രാത്രി വിശ്രമിച്ചു, അങ്ങനെയല്ല. അല്ലെങ്കിൽ പകല് വർക്ക് ചെയ്തു, ഇനി പാർട്ട് ടൈം ആയിട്ട് ദാവത്ത്, അങ്ങനെയല്ല. ലൈലൻ വനഹാറ, രാത്രിയും പകലും റബ്ബേ. ഇനി എപ്പോഴൊക്കെ റബ്ബേ ഞാൻ അവരെ വിളിച്ചു, എന്തിനു വേണ്ടിയാണ്? ലി തഗ്ഫിറ ലഹും, റബ്ബേ നീ അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി. ജഅലൂ അസാബിഅഹും ഫീ ആദാനിഹിം വസ്തഗ്ശൗ സിയാബഹും വഅസ്റു വസ്തക്ബറു ഇസ്തിക്ബാറ.
അല്ലാഹു എപ്പോഴൊക്കെ റബ്ബെ ഞാൻ അവരെ വിളിച്ചു റബ്ബെ അവര് മുഖത്തേക്ക് തുണിയിട്ട് കളഞ്ഞു റബ്ബെ. അവരവരുടെ വിരലുകൾ കാതിലേക്ക് ഇങ്ങനെ കുത്തിക്കയറ്റി റബ്ബെ. അവര് പിന്തിരിഞ്ഞു റബ്ബെ, അവര് തിരിഞ്ഞു പൊയ്ക്കളഞ്ഞു റബ്ബെ. ഒരു വല്ലാത്തൊരു കിബറ് കാണിച്ചു റബ്ബെ. പിന്നീട് റബ്ബെ ഞാൻ അവരോട് അഅലൻതു ലഹും വഅസ്റർതു ലഹും റബ്ബെ, പിന്നെ ഞാൻ ജിഹാറ റബ്ബെ അവരോടത്ത് പബ്ലിക്കായിട്ടും പ്രൈവറ്റ് ആയിട്ടും 1 to 1 ആയിട്ടും ഒക്കെ പറഞ്ഞു നോക്കി റബ്ബെ. അപ്പൊ ഈ സ്വന്തം കൗമിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള നൂഹ് അലൈഹിസ്സലാം സ്വന്തം മകനോട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാവും, എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. 950 വർഷം ദഅവത്ത് ചെയ്ത റസൂലുള്ളാഹ് നൂഹ് അലൈഹിസ്സലാം. അല്ലാഹു അക്ബർ. എന്നിട്ട് ആ മകൻ ആ കപ്പലിൽ കയറാണ്ടായപ്പോ നൂഹ് അലൈഹിസ്സലാമിന്റെ ഒരു ചോദ്യമുണ്ട്. റബ്ബെ, എന്റെ മകനോ? റബ്ബെ, നീ പറഞ്ഞില്ലേ എന്റെ കുടുംബത്തെ നീ രക്ഷിക്കുന്നു. അപ്പൊ എന്റെ മകനോ? റബ്ബ് എന്താ പറഞ്ഞത്? അവൻ നിന്റെ കുടുംബത്തിൽ പെട്ടതല്ല. അവന്റെ അമല് നല്ലതായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ മക്കൾക്ക്, ഇതാണ് നമ്മളുടെ 6ാമത്തെ പോയിന്റ്, നമ്മളുടെ കയ്യിലെല്ലാം ഉണ്ട്. നമ്മളുടെ മക്കൾക്ക് വേണ്ടി നല്ല പാരന്റ്സ് ആവുക, നല്ല മുസ്ലിങ്ങളാവുക, നല്ല സൗജകളാവുക, നന്നായിട്ട് ദുആ ചെയ്യുക, നമ്മൾ നമസ്കാരം നിലനിർത്തുക, നമ്മൾ നല്ല നല്ല അമൽ സ്വാലിഹാത്തുകൾ നമ്മൾ ചെയ്യുക. നമ്മൾ പറയുമല്ലോ, നിങ്ങൾ മദർസ വേണം, പഠിക്ക്, ഹിഫ്ള് ചെയ്. ഏറ്റവും പുണ്യകരമായ കാര്യമാണ് ഹിഫ്ള് ചെയ്യൽ. അപ്പൊ പിള്ളേരും തിരിച്ചു ചോദിക്കും, എന്നിട്ട് ഉമ്മച്ചി ചെയ്യുന്നില്ലല്ലോ, എന്നിട്ട് ഉമ്മ ഇതൊന്നും പഠിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം. അവർക്ക് ആ ഒരു പാഷൻ നമ്മളിൽ കാണണം. നമ്മളും പഠിക്കുന്നവരും, നമ്മളും ബൈഹാർട്ട് ചെയ്യുന്നവരും, നമ്മളും നമസ്കാരം നിലനിർത്തുന്നവരും, നമ്മളും സ്വാഹിമ്യങ്ങളും, നമ്മളും സദക്ക ചെയ്യുന്നവരും, നമ്മളും സത്യം പറയുന്നവരും, നമ്മളും ഖാനിത്യങ്ങളും, നമ്മളും നമ്മളുടെ ഫുറൂജ് ഹാഫിളങ്ങളായിട്ട് അവര് കാണണം. അവരായിട്ട് നല്ല ബന്ധം നിലനിർത്തുക. എന്നിട്ട് ബാക്കി റബ്ബിനങ്ങ് വിട്ടുകൊടുക്കുക. നമുക്ക് വീണ്ടും സൂറ കഹ്ഫിലെ സുബ്ഹാനല്ലാഹ്, അതിലെ 2ാമത്തെ ആ ഒരു ഇൻസിഡന്റിലേക്ക് വരാം. فانطلقا حتى إذا لقيا غلاما فقتله قال أقتلت نفسا زكية بغير نفس لقد جئت شيئا نكرا. മൂസാ നബി അലൈഹിസ്സലാം പറയണാണ്, ആ ഒരു ഗുലാമിന്റെ അടുത്ത് കൂടെ അവർ പോയപ്പോ ഒരു പയ്യൻ, ഖിളർ, ആ പയ്യൻ അങ്ങ് കൊന്നു കളഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാമിന് പിടിച്ചു വെക്കാൻ പറ്റില്ല. പടച്ചവനെ, മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഒരു കാരണം കൂടാതെ താങ്കള് ഒരു നഫ്സിനെ കൊന്നു, ഒരാളെ കൊന്നു. നിങ്ങൾ എന്തൊരു വെറുക്കപ്പെട്ട കാര്യമാണ് നിങ്ങൾ ചെയ്തത്. ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് ഖിളർ എന്താ പറഞ്ഞത്? وأما الغلام فكان أبواه مؤمنين فخشينا أن يرهقهما طغيانا وكفرا. ആ ഗുലാമിനെ സംബന്ധിച്ചിടത്തോളം ഫകാന അബുവാഹു, അവരുടെ മാതാപിതാക്കൾ മുഅ്മിനീൻ, രണ്ടുപേരും നല്ല മുഅ്മിനീങ്ങളാണ്. ഫഖശീന, ഞാൻ ഈ പയ്യൻ വലുതായാല് അവരെ തുഗ്യാനത്തിലേക്കും കുഫറിലേക്കും ഒക്കെ തള്ളി അവരെ നിർബന്ധിക്കും, അവരങ്ങനെ ആക്കിക്കളയും. فأردنا أن يبدلهما ربهما خيرا منه زكاة وأقرب رحما. ആ ഈ പയ്യനേക്കാൾ നല്ലതായിട്ട്, അതിനേക്കാൾ നല്ലവനായ, അവരെ
എന്താ പറയാ, ഒരു ബദലാക്കി കൊടുത്തു. അതായത് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതായത് ഈ ഒരു കുട്ടിക്ക് പകരം വേറൊരു നല്ല കുട്ടിയെ കൊടുക്കാൻ. ഇതെല്ലാം എൻ്റെ എന്താണ്, അംബി റബ്ബി, ഇതെല്ലാം എൻ്റെ റബ്ബിന്റെ, ഇതെല്ലാം എൻ്റെ റബ്ബിന്റെ ഔദാര്യമാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു മകന് പകരമായിട്ട് ഈ അഖറബ റുഹ്മ അതായത് തസ്കിയത്തിലും അള്ളാഹുവിന്റെ റഹ്മത്തിലും അവരെ കൂടുതൽ അടുപ്പിക്കുന്ന ഒരു മകനെ തിരിച്ചു നൽകാൻ അവരുടെ റബ്ബ് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഒമാ ഫഅൽതു അൻ അംരി, ഞാനിതെല്ലാം ചെയ്തത് എൻ്റെ റബ്ബിന്റെ ആജ്ഞകൾ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. ഇനി അപ്പോ ഈ ഒരു കുട്ടിയെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ, അപ്പൊ ഇതാണ് ആക്ച്വലി സംഭവിച്ചതല്ലോ അല്ലെ. അപ്പൊ നല്ലൊരു കുട്ടിയെ കൊടുക്കാൻ വേണ്ടിയാണ് ഖിദർ ആ കുട്ടിയെ കൊന്നത്. ഇത് ആർക്കറിയാം? ഖിദർ പറഞ്ഞതുകൊണ്ട് മൂസ നബിക്ക് അറിയാം. ആ മാതാപിതാക്കൾക്ക് അറിയാമോ? ആ മാതാപിതാക്കൾക്ക് അറിയാമോ കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് ആരോ കൊന്ന്, അവരവരുടെ മരണം വരെ, അവരവരുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ അവർക്ക് അറിയില്ല. അവരാ ഒരു വിഷമത്തിലായിരിക്കും അവരുടെ മരണം, അന്ത്യശ്വാസം വരെ അവർ ജീവിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മളുടെ ജീവിതത്തില് നമ്മൾക്ക് എന്തെല്ലാം കൊണ്ട് എന്തെല്ലാം പരീക്ഷണങ്ങൾ ഉണ്ടാകുമോ എന്നൊന്നും നമ്മൾക്കറിയില്ല. യഅലമൂ അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അദീം. സൂറ അൻഫാലിലും അതേപോലെ തന്നെ സൂറ തഗാബുനിലും പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന വല്ലാഹു ഇൻദഹു അജ്റുൻ അദീം. അപ്പോ നമ്മളുടെ മക്കള് അതൊരു ഫിത്നയാണ്, നമ്മൾക്കുള്ളൊരു പരീക്ഷണമാണ്. ഈ തുടർന്ന് പറയുന്നത് വല്ലാഹു ഇൻദഹു അജ്റുൻ അദീം, വല്ലാഹു ഇൻദഹു അജ്റുൻ അദീം, അല്ലാഹുവിൽ നിന്നാണ് വലിയ അജ്റുള്ളത്. ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. രണ്ട് കാര്യങ്ങൾ, അതായത് ഭൗതികമായ കാര്യമുണ്ട്, അല്ലാത്തതുണ്ട്. അൽമാലു അല്ലെങ്കിൽ അംവാലും ഔലാദും, ഈ മക്കളും മാലും സമ്പത്തും, അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ മാമ്പു കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുത് മോഹിക്കരുതെന്ന്. ഇവരെ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. പലപ്പോഴും നമ്മൾ കേൾക്കാം, എന്ത് നന്നായിട്ടാണ് ഞാൻ അവനെ വളർത്തിയത്, അവനക്ക് ഖുർആൻ മനപ്പാടമായിരുന്നു, ഒരു നേരത്തെ നമസ്കാരം പോലും എൻ്റെ മക്കള് ഒഴിവാക്കിയിട്ടില്ല, എന്നിട്ട് ഇപ്പോ കണ്ടില്ലേ. ഇതെല്ലാം റബ്ബിനുള്ളതാണ്. ഇതെല്ലാം നമ്മളുടെ മക്കളും നമ്മളുടെ സമ്പത്തൊക്കെ നമ്മളുടെ ഒരു ഫിത്നയാണ്, ഒരു പരീക്ഷണമാണ്, ഒരു സീനത്താണ്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീൻ വൽ ഖനാതീർ എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മളുടെ മനുഷ്യ ഹൃദയത്തിൽ ഈ ഒരു സമ്പത്തിനോടും മക്കളോടും ഒക്കെ ഉള്ള ഒരു സ്നേഹം, അത് റബ്ബ് സുയ്യിന, അത് അലങ്കാരപ്പെടുത്തി കൊടുത്ത് ഇഷ്ടപ്പെടുത്തി കൊടുത്തേക്കാനാണ്. നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ളതാണ്. നമ്മൾ മക്കളിൽ കുറെ പ്രതീക്ഷയൊക്കെ അർപ്പിക്കും, പക്ഷെ ഇതൊന്നും വേണ്ട. വല്ലാഹു ഇൻദഹു അജ്റുൻ അദീം, അല്ലാഹുവിലാണ് ഏറ്റവും വലിയ പ്രതിഫലം. അപ്പൊ നമ്മളുടെ മക്കള് ഇവിടെ സക്സസ്ഫുൾ ആയാല്, അല്ലെങ്കിൽ നന്നാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് സക്സസ്ഫുൾ ആകാനോ, അല്ലെങ്കിൽ നമ്മളുടെ വാർദ്ധക്യം സെക്യൂർ ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മൾക്ക് ആൾക്കാരുടെ മുമ്പിൽ കണ്ട ഞാൻ നന്നായിട്ട് ജീവിച്ചു, എൻ്റെ മക്കളെ നന്നായിട്ട് വളർത്തി, എൻ്റെ മക്കളും നന്നായിട്ട് ജീവിച്ചു, എൻ്റെ ജീവിതം സഫലമായി. നോ, വല്ലാഹു ഇൻദഹു അജ്റുൻ അദീം, അല്ലാഹുവിലാണല്ല. നമ്മൾ ഏറ്റവും നന്നായിട്ട് നമ്മൾ വർദ്ധിക്കുക, നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് നമ്മൾക്ക് കൊടുക്കുക, ബാക്കിയെല്ലാം അല്ലാഹുവിൽ നിന്നാണ്. നമ്മളുടെ മക്കൾ നന്നായാലും ശരി, നന്നായില്ലെങ്കിലും ശരി, നമ്മളുടെ മക്കൾ മുത്തഖീൻ ഇമാമായാലും ശരി, ഇല്ലെങ്കിലും ശരി, വല്ലാഹു ഇൻദഹു അജ്റുൻ അദീം, അല്ലാഹുവിലാണ് ഏറ്റവും അദീമായിട്ടുള്ള അജ്റുള്ളത്. അപ്പൊ നമ്മൾക്ക് എപ്പോഴും പ്രതീക്ഷ റബ്ബിലാണ്. എന്നാൽ കൂടി നമ്മള്
നമ്മളുടെ പ്രതീക്ഷ എന്താണ്? നമ്മളുടെ മക്കൾ ഏറ്റവും നന്നാവും ഉള്ള ഒരു പ്രതീക്ഷയിലൂടെ നമ്മളുടെ മക്കള് മുത്തക്കികളുടെ ഇമാമാകും എന്ന ഒരു പ്രതീക്ഷയിൽ നമ്മൾ നമ്മളുടെ മക്കളെ വളർത്തുക. ഈ ഒരു അതായത് നമ്മളുടെ മക്കളുടെ മക്കളും ഇനി അങ്ങോട്ടുള്ള ദുരിയാത്തുകൾ എല്ലാവരും ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ദുആ പോലെ നമ്മള് ആ ഒരു ഒരു വലിയ ഒരു തലമുറയുടെ എല്ലാ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും നമ്മളുടെ കൈകളിലാണെങ്കിൽ നമ്മൾ എത്ര റെസ്പോൺസിബിൾ ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളെ മക്കളെ വളർത്തുക, ആ ഒരു റെസ്പോൺസിബിലിറ്റി ചെയ്യുക, ആ ഒരു ഉത്തരവാദിത്തം നമ്മൾ നിറവേറ്റുക. അതേപോലെ നമ്മുടെ മക്കളെ ആ ഒരു വരാൻ പോകുന്ന തലമുറകളെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മളുടെ പ്ലാനിങ്. നമ്മളെ മക്കളെ എവിടെ പഠിക്കും, ഏത് ഫീൽഡ് തിരഞ്ഞെടുക്കും, അതേപോലെ തന്നെ എൻ്റെ മക്കള് ഇസ്ലാമികപരമായിട്ട് എത്ര മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മളുടെ ലെവലിൽ നമ്മൾ സെറ്റ് ചെയ്യുക, നമ്മുടെ മക്കളെ അതിലേക്ക് നമ്മൾ നയിക്കുക, കൊണ്ടെത്തിക്കുക, കൈപിടിച്ച് നടക്കുക. നമ്മളുടെ മക്കളിൽ നമ്മളുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇല്ലാതിരിക്കില്ല. അപ്പൊ നമ്മൾ നന്നാകുക, നമ്മളുടെ വരാൻ പോകുന്ന, അതായത് ഒന്ന് ആലോചിച്ചൊക്കെ, നമ്മൾക്കറിയില്ല എപ്പോഴാണ് അവസാന നാളെന്ന്. ചിലപ്പോൾ ഒരു 1000 years കഴിഞ്ഞിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു 20,000 years, അല്ലാഹു അഅലം. അപ്പൊ എത്രയും ആ അവസാന നാൾ വരെയുള്ള ആ ഒരു തലമുറയിലേക്കുള്ള മുത്തഖീനെ ഇമാമ, ആ ഒരു മുത്തഖീങ്ങളുടെ ഇമാമിനെ റേസ് ചെയ്യാനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾക്കുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഒരു രാജാവാണെങ്കിൽ നമ്മൾക്ക് ആ ഒരു എൻറ്റയർ രാജ്യത്തിന്റെ നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി. അപ്പൊ തന്നെ നമ്മൾ ആ ഒരു പ്രിൻസ്, നമ്മുടെ രാജകുമാരൻ അല്ലെങ്കിൽ നമ്മുടെ വാരിസിനെ വളർത്തുന്നത് എന്തായിരിക്കും? അവന് കുതിരസവാരി ഉണ്ടാകും, അവന് നല്ല ഇൽമുണ്ടാകും, പല പല ലാംഗ്വേജസ് നമ്മൾ പഠിപ്പിക്കും, നമ്മൾ രാജഭരണം പഠിപ്പിക്കും, അതേപോലെ തന്നെ കുറെ അല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കും, ഫോറിൻ കൺട്രീസ് ആയിട്ടുള്ള ട്രേഡ് പഠിപ്പിക്കും. ഇതേപോലെ തന്നെ നമ്മളൊരു മുത്തഖീനെ ഇമാമ ആയിട്ട് വളർത്തേണ്ട, ഖുറത്തായിനാകേണ്ട നമ്മളുടെ മക്കളെയൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും, ഒരു സമൂഹം, കുടുംബജീവിതം, വ്യക്തി ജീവിതം, മക്കളെ വളർത്തല്, ഇണകളെ സെലക്ട് ചെയ്യല്, കൂട്ടുകാരെ സെലക്ട് ചെയ്യല്, റബ്ബിനോട്, മാതാപിതാക്കളോട്, പ്രവാചകനോട്, എല്ലാവരോടുള്ള കടമകള്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മക്കളെ നമുക്ക് പഠിപ്പിക്കേണ്ടതുണ്ട്, നമ്മളെല്ലാം എന്തെല്ലാം പഠിക്കേണ്ടതുണ്ട്, നമ്മൾ എന്തോരം സീരിയസ് ആയിട്ട് നമ്മൾക്ക് അതൊക്കെ മുന്നോടി ആയിട്ട് കാണേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്, റബ്ബ് അങ്ങനെ നല്ല ഒരു തലമുറയെ തന്നെ മുന്നിൽ കണ്ട് അവസാന നാൾ വരെ ഇസ്ലാമിനെ കയ്യിൽ പിടിക്കുന്ന ആ ഒരു മുസ്ലിങ്ങളുടെ ആ ഒരു ജനതയുടെ എന്താ പറയാ ഒരു കൈകാര്യ രക്ഷിതാക്കളായിട്ട് റബ്ബെ നീ നമ്മളെല്ലാവരെയും മാറ്റണേ റബ്ബെ. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നടത്താൻ റബ്ബെ നീ നമ്മൾക്ക് തൗഫീക്ക് നൽകണേ റബ്ബെ, ഹിദായത്ത് നൽകണേ റബ്ബെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മില്ലത്ത് ഫോളോ ചെയ്തുകൊണ്ട് റബ്ബെ, അള്ളാഹുവെ നമ്മുടെ തലമുറയിൽ നിന്ന് റബ്ബെ ഈ ദീനിനെ ഫോളോ ചെയ്യുന്ന, ഈ ഖുർആനിനെ ഓതുന്ന, ഇതനുസരിച്ച് ജീവിക്കുന്ന, സ്വന്തം തസ്കിയത്ത് നടത്തുന്ന, സമൂഹത്തിന് തസ്കിയത്ത് നടക്കുന്ന, സ്വന്തം തർബിയത്ത് ചെയ്യുന്ന അള്ളാഹുവെ ദാഇകളായിട്ടുള്ള റബ്ബെ, അള്ളാഹുവെ സ്വാലിഹീങ്ങളായിട്ടുള്ള റബ്ബെ, അള്ളാഹുവെ ഇനി വേണമെങ്കിൽ ശുഹദാക്കളാകാനുള്ള ഒരു മക്കളെയും ആ തലമുറകളൊക്കെ റബ്ബെ നീ നമ്മൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. അള്ളാഹുവെ പ്രവാചകന്മാരെയും സ്വാലിഹീങ്ങളെയും സിദ്ദീഖുകളെയും ശുഹദാക്കളുടെയും ഒക്കെ ഒപ്പം പഠിച്ചവനെ നമ്മളെയും നമ്മുടെ ഇണകളെയും മക്കളെയും മാതാപിതാക്കളെയും ഒക്കെ റബ്ബെ നീ ഒരുമിപ്പിക്കണേ റബ്ബെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം فاغفر لنا يا غافر المذنبين برحمتك يا ارحم الراحمين. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. واقول قولي هذا، بارك الله لي ولكم، استغفر الله لي ولكم، اشهد ان لا اله الا انت، استغفرك واتوب اليك. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. جزاك الله خيرا. وعليكم السلام ورحمة الله وبركاته. الحمد لله.